ഇങ്ങനെ ഒരുപാട് സവിശേഷതകൾ. ഇനിയിപ്പോൾ കർക്കിടക വാവ്, എല്ലാ വാവുത്തിനും ബലിതർപ്പണങ്ങൾ അർപ്പിച്ച് പിതൃക്കളുടെ തൃപ്തി നമുക്ക് വാങ്ങേണ്ടതാണ്. പക്ഷെ അതിൽ ഈ കർക്കിടക വാവിന് പ്രത്യേകം വിശേഷതയാണ്. ഇപ്പോൾ അടുത്ത ഞായറാഴ്ച കർക്കിടക വാവാണ്. എല്ലാ ദിവസവും വിശ്വാമിത്രൻ എല്ലാ അമാവാസി തോറും ഇങ്ങനെ ബലിതർപ്പണങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്, ഹോമവും യജ്ഞവും ചെയ്യാൻ വേണ്ടിയിട്ട് ആരംഭിക്കുമ്പോഴാണ് മാരീചൻ, സുബാഹു മുതലായിട്ടുള്ള രാക്ഷസന്മാർ അത് വന്ന് മുടക്കണതും ശ്രീരാമൻ്റെയും ലക്ഷ്മണൻ്റെയും സഹായം തേടി അവര് ദശരഥ മഹാരാജാവിൻ്റെ അടുത്ത് വന്ന് അവരെ കൂട്ടിക്കൊണ്ടുപോകുന്നതും നമ്മൾ രാമായണത്തിൽ കണ്ടതാണ്. പിന്നെ പിതൃതർപ്പണത്തെക്കുറിച്ച് പറയുമ്പോൾ എന്നും തർപ്പണം ചെയ്യുന്ന ഒരു കഥാപാത്രമുണ്ട് രാമായണത്തിൽ. അതാരാണ്? ബാലി. എല്ലാ ദിവസവും ബാലി തർപ്പണം ചെയ്യാറുണ്ട്. നമുക്കിനി ബാലിയുടെ വധത്തോടനുബന്ധിച്ചുള്ള കാര്യങ്ങളാണ് സംസാരിക്കാനുള്ളത്. അപ്പോൾ ഒന്ന് കൂടുതൽ വിശദീകരിക്കാം. പിന്നീട് എന്താണ്, ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമാണ് ഗുരുപൂർണിമ. ആഷാഢമാസത്തിലെ വെളുത്ത വാവ് കഴിഞ്ഞ പ്രഥമം മുതൽക്കാണ് ഗുരുപൂർണിമ ആരംഭിക്കുക. അതിനെയാണ് ഗുരുപൗർണമി, ഗുരുപൂർണിമ എന്നൊക്കെ പറയുക. നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൻ്റെ പ്രതിഷ്ഠാപകനായിട്ടുള്ള വേദവ്യാസ മഹർഷിയുടെ ജന്മദിനത്തെയാണ് ഗുരുപൂർണിമയായി ആഘോഷിക്കുന്നത്. ഈ വർഷത്തെ ഗുരുപൂർണിമ കഴിഞ്ഞു. കർക്കിടകം 6-നായിരുന്നു. ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണത്. അത് കർക്കിടക മാസത്തിലാണ് വരിക. അതാണ് അതിൻ്റെ സവിശേഷത. ഗുരുപൂർണിമ സുദിനം മുതൽക്കാണ് ആധ്യാത്മിക സാധനാനുഷ്ഠാനത്തിനുള്ള പ്രാരംഭം കുറിക്കുക. പണ്ട് സന്യാസിമാര് ശിഷ്യന്മാർക്ക് മന്ത്രദീക്ഷ കൊടുക്കുന്നത്, അതേപോലെ തന്നെ മന്ത്രോപദേശം കൊടുക്കുന്നത്, സന്യാസ ദീക്ഷ കൊടുക്കുന്നത് ഒക്കെ ഈ ഗുരുപൂർണിമ സുദിനത്തിലാണ്. വേദവ്യാസ മഹർഷി ബ്രഹ്മസൂത്രം എഴുതിയത്, അതേപോലെ ശങ്കരാചാര്യസ്വാമികൾ അതിന് ഭാഷ്യം എഴുതാൻ തുടങ്ങിയത് ഒക്കെ ഈ ഗുരുപൂർണിമ സുദിനത്തിലാണ്. വേദവ്യാസന്റെ മഹിമ എത്ര പറഞ്ഞാലും മതിയാവില്ല. വേദങ്ങളെ 4 പകുത്തു, മഹാഭാരതമാകുന്ന ഇതിഹാസ ഗ്രന്ഥം എഴുതി. മഹാഭാരതത്തിലില്ലാത്തത് ഒന്നും തന്നെ ഇല്ല. ധർമ്മേ ഹ്യർത്ഥേച കാമേച മോക്ഷേച ഭരതർഷഭ ഇതിഹാസ്തിതന്യത്ര എന്നോഹസ്തി നത്തത്കുജിർന്ന പറയണത്. ലോകത്തിൽ എന്തെല്ലാമുണ്ടോ അത് മുഴുവൻ മഹാഭാരതത്തിലുണ്ട്. മഹാഭാരതത്തിലില്ലാത്തത് വേറെ ഒന്നുമില്ല. ഇന്ന് കാണുന്ന സയൻസും ശാസ്ത്രവും സാങ്കേതിക വിദ്യകളും എന്ന് വേണ്ട എല്ലാം മഹാഭാരതത്തിൽ കാണാൻ സാധിക്കും. അത് വേദവ്യാസ മഹർഷി നൽകിയ സംഭാവനയാണ്. വ്യാസോച്ഛിഷ്ടം ജഗൽ സർവം എന്നാണ് പറയുക. അതേപോലെ 18 പുരാണങ്ങള്, 18 ഉപപുരാണങ്ങള്, ബ്രഹ്മസൂത്രങ്ങള്, ഇതൊക്കെ വേദവ്യാസ മഹർഷി ഭാരതീയർക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വിലപിടിച്ച സംഭാവനയാണ്. പിന്നെ ഈ ചാതുർമാസ്യ കാലം എന്നാണ് ഈ കർക്കിടക മാസത്തെ പറയാറുള്ളത്. പണ്ട് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും അവരുടെ പ്രാപഞ്ചികമായിട്ടുള്ള എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് എന്തു ചെയ്യും? ഈ ചാതുർമാസ വ്രതം അനുഷ്ഠിച്ചിരുന്നു. അതാണ് ഇതിൻ്റെ പ്രത്യേകത. രാമായണത്തിൽ തന്നെ ഭഗവാൻ ശ്രീരാമചന്ദ്രസ്വാമി പോലും ഈ വ്രതം അനുഷ്ഠിച്ചതായിട്ട് അപ്പോൾ ഇവിടെ പറയുന്നുണ്ട്. ഭഗവാൻ അച്ഛൻ്റെ സത്യം പാലിക്കാൻ 14 കൊല്ലത്തെ വനവാസം അനുഷ്ഠിക്കുമ്പോഴാണല്ലോ സീതയെ രാവണൻ കട്ടുകൊണ്ടുപോകുന്നത്. സീതയെ അന്വേഷിച്ച് ലക്ഷ്മണനോടുകൂടി പോകുന്ന ഭഗവാൻ ജടായുവിന് മോക്ഷം കൊടുത്ത് കബന്ധന് ഗതി നൽകി ശബരിയെ അനുഗ്രഹിച്ച് സുഗ്രീവനുമായി സഖ്യം ചെയ്ത് ബാലിയെ വധിക്കണം. ബാലിയെ വധിച്ചതിന് ശേഷം സുഗ്രീവന് രാജ്യം കൊടുക്കുകയാണ്. സുഗ്രീവ, അങ്ങ് കിഷ്കിന്ധയിൽ ചെന്ന് രാജകാര്യങ്ങളൊക്കെ വേണ്ട പോലെ നിർവഹിച്ച് 1 മാസം കഴിഞ്ഞ് വാനര സൈന്യങ്ങളുമായിട്ട് തിരിച്ചു വരും. ഇപ്പം കർക്കിടക മാസമാണ്, ചാതുർമാസ്യകാലമാണ്. ഞാൻ എൻ്റെ അനുജനായ ലക്ഷ്മണനോടുകൂടി ഈ പർവ്വത ഗുഹയിൽ ഇരുന്നു കൊണ്ട് ഈശ്വരനെ സേവിക്കട്ടെ. അപ്പോൾ ഭഗവാൻ സീതാന്വേഷണം പോലും നിർത്തിവെച്ചിട്ടാണ് ഈ ചാതുർമാസ്യ വ്രതം, കർക്കിടക മാസത്തെ വ്രതാനുഷ്ഠാനമായിട്ട് അനുഷ്ഠിച്ചു വന്നിട്ടുള്ളത്. അപ്പം അങ്ങനെയുള്ള പുണ്യപ്രദമായിട്ടുള്ള ഈ കർക്കിടക വ്രതത്തിലാണ്
കർക്കിടമാസ പുണ്യപ്രദമായിട്ടുള്ള ഈ കർക്കിടക വ്രതം ആചരിക്കുന്ന ഈ സമയത്താണ് നമുക്കും തന്നെ ദേവിയുടെ അപാരമായിട്ടുള്ള കാരുണ്യത്താലും അനുഗ്രഹത്താലും ഇവിടെ രാമായണത്തിലെ ഏതാനും കാര്യങ്ങൾ നമുക്ക് പറയാനും കേൾക്കാനുമുള്ള അവസരം വന്നു ചേർന്നിട്ടുള്ളത്. ഇപ്പോൾ രാമായണത്തിൻ്റെ ആമുഖമൊക്കെ എല്ലാവരും ആദ്യം കേട്ടിട്ടുണ്ടായിരിക്കും. വെറും പിടിച്ചുപറിക്കാരനായിട്ടുള്ള രത്നാകരൻ ഋഷിമാരുടെ ഉപദേശം കേട്ട് രാമമന്ത്രം ചൊല്ലി സിദ്ധി വന്നിട്ടാണ് വാൽമീകിയായി തീരുന്നത്. ആ വാൽമീകി മഹർഷിയാണല്ലോ നമ്മുടെ ആദ്യത്തെ ഇതിഹാസ ഗ്രന്ഥത്തിൻ്റെ കർത്താവ്. അപ്പം അതും തന്നെ അദ്ദേഹത്തിൻ്റെ ഏത് സൃഷ്ടി, ലോകത്തിലെ സൃഷ്ടിയും രചനയും നിർമ്മാണവും അത് ഉണ്ടാക്കിയിട്ടുള്ള അല്ലെങ്കിൽ അത് നിർമ്മിച്ചിട്ടുള്ള അല്ലെങ്കിൽ അത് എഴുതിയിട്ടുള്ള ആളുടെ ദുഃഖത്തിൽ നിന്ന് അല്ലെങ്കിൽ വിഷമത്തിൽ നിന്ന് സങ്കടത്തിൽ നിന്നാണ് ഉണ്ടാവുക. രാമായണത്തിൻ്റെ സൃഷ്ടിയും അങ്ങനെയാണ് ഉണ്ടായത്. ആ ഋഷിമാർ പോയതിനു ശേഷം വാൽമീകി മഹർഷി പുറ്റിൽ നിന്നുണ്ടായവൻ എന്ന അർത്ഥത്തിലാണ് സംസ്കൃത ഭാഷയിലെ പുറ്റിനെ വൽമീകം എന്നാണ് പറയുക. വൽമീകത്തിൽ നിന്നുണ്ടായവൻ എന്ന അർത്ഥത്തിലാണ് അദ്ദേഹത്തിന് വാൽമീകി എന്നുള്ള പേരാ മഹർഷിമാർ നൽകിയത്. സരയൂ നദീ തീരത്ത് ആശ്രമമൊക്കെ പണിത് ഈശ്വരനെയും സേവിച്ച് തപസ്വാധ്യായ നിരതനായിട്ട് തപസ്സനുഷ്ഠിച്ചു ഈശ്വരനെ സേവിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് സരയൂ നദിയിലേക്ക് സന്ധ്യാവന്ദനത്തിന് പോയി തിരിച്ചു വരുമ്പോൾ വഴിയിൽ വൃക്ഷത്തിൻ്റെ കൊമ്പിൽ 2 പക്ഷികളെ കാണുന്നു. ഇണപ്പക്ഷികളാണ്. ആ 2 പക്ഷികളും പരസ്പരം സ്നേഹത്തോടുകൂടി കളപൂജനം പൊഴിച്ചുകൊണ്ടങ്ങനെ ഇരിക്കുകയാണ്. നേരെ വിപരീത ദിശയിൽ നിന്ന് ഒരു വേടൻ വന്ന് അമ്പും വില്ലുമായി വരുന്നുണ്ട്. വേട്ടയാടാൻ പുറപ്പെട്ടതാണ്. അന്ന് ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോഴാണതാ പക്ഷികളുടെ ശബ്ദം കേൾക്കുന്നതും ഒരു അമ്പെടുത്ത് ഒന്നിനെ ലക്ഷ്യമാക്കി അയക്കുന്നതും ആ അമ്പ് കൊണ്ട പക്ഷി കീഴെ വീണ് പിടഞ്ഞു ചാകുന്നു. മറ്റേ പക്ഷി ഇത് കണ്ട് വാവിട്ട് നിലവിളിക്കണം. ഈ ദൃശ്യം, ഈ കാഴ്ച മഹർഷി കാണുന്നു, വാൽമീകി മഹർഷി. അപ്പം അദ്ദേഹത്തിന് മനസ്സിൽ ശോകമുണ്ടായി. ശോകം എന്ന് വെച്ചാൽ ശ്ലോകം അല്ല, ദുഃഖം. ആ ശോകമാണ് ഒരു ശ്ലോകമായിട്ട് പരിണമിക്കുന്നത്. എന്താണ് ആ ശ്ലോകം? മാ നിഷാദ പ്രതിഷ്ഠാത്വം അഗമത് ശാശ്വതീ സമാ യത് ക്രൗഞ്ചമിഥുനാദേകം അവധീഹി കാമമോഹിതം. ആദ്യം ഉണ്ടായ വൃത്തനിബദ്ധമായി ഉണ്ടായിട്ടുള്ള ശ്ലോകമാണ് വാൽമീകി മഹർഷി ചൊല്ലിയ ഇപ്പോൾ ഉദ്ധരിച്ച ഈ ശ്ലോകം. ബഹുവിധമായിട്ടുള്ള അർത്ഥങ്ങളാണ് അതിനുള്ളത്. ശാപസ്വരൂപത്തിലുള്ള അർത്ഥമുണ്ട്, അനുഗ്രഹ സ്വരൂപമായിട്ടുള്ള അർത്ഥമുണ്ട്, വ്യംഗ്യാർത്ഥമുണ്ട്, ഭാവാർത്ഥമുണ്ട്, ശബ്ദാർത്ഥമുണ്ട്. എന്താണ് ശാപസ്വരൂപമായിട്ടുള്ള അർത്ഥം? ഇണപ്പക്ഷികളിൽ ഒന്നിനെ എയ്തു വീഴ്ത്തിയിട്ടുള്ള അല്ലയോ കാട്ടാള, നിനക്ക് നാശം ഭവിക്കട്ടെ. ഇനി അനുഗ്രഹ സ്വരൂപമായിട്ടുള്ള ഒരർത്ഥമുണ്ട്. രാവണ മണ്ഡോദരിമാരിൽ രാവണനെ വധിച്ച് ഈ ലോകത്തിൽ ശാന്തിയും സമാധാനവും നിലനിർത്തിയ പുനഃസ്ഥാപിച്ചിട്ടുള്ള അല്ലയോ ശ്രീരാമചന്ദ്രസ്വാമി, അവിടുന്ന് വിജയിച്ചാലും എന്നൊരർത്ഥം കൂടി അതിൽ വരുന്നുണ്ട്. മഹർഷി ഇതും ജപിച്ച് നേരെ ആശ്രമത്തിൽ ചെന്ന് ആശ്രമചര്യകൾ അങ്ങനെ അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു അത്ഭുതമുണ്ടാകുന്നത്. സാക്ഷാൽ ബ്രഹ്മദേവൻ സത്യലോകത്ത് നിന്ന് ഹംസവാഹനനായിട്ട് അങ്ങോട്ട് വരികയാണ്. എന്നിട്ട് എന്തു ചെയ്യണോ? വാൽമീകി മഹർഷി അവിടെ എത്തിച്ചേർന്ന ആ ബ്രഹ്മദേവനെ സ്വീകരിക്കുന്നു, ഉത്തമാസനത്തിൽ ഇരുത്തുന്നു, പാദപൂജ ചെയ്യുന്നു. അവിടുത്തെ ആഗമനത്തിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിക്കണം. അങ്ങ് സന്ധ്യാവന്ദനം കഴിഞ്ഞ് വരുമ്പോൾ ഒരു ശ്ലോകം ചൊല്ലിയില്ലേ? രാമായണമാകുന്ന മഹാവൃക്ഷത്തിൻ്റെ ബീജമാണത്. രാമകഥ മുഴുവൻ തന്നെ, രാമായണ കഥ മുഴുവൻ തന്നെ ആ ശ്ലോകത്തിൽ അന്തർലീനമായിട്ടുണ്ട്. ലോകത്തിലെ ആളുകളുടെ ക്ഷേമത്തിനു വേണ്ടി ഭഗവാന്റെ കഥ പറയാനും കേൾക്കാനും ഭഗവാന്റെ നാമം ജപിക്കുവാനും വേണ്ടിയിട്ട് അങ്ങ് അതിനെ വിസ്തരിച്ച് പ്രതിപാദിക്കണം. ഭൂമിയിലുള്ള ജന്തുക്കൾക്ക് മോക്ഷാർത്ഥമായി ശ്രീരാമായണം ചമയ്ക്കെന്നരുളി ചെയ്തു. രാമായണത്തിൽ പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ
രാമായണ കഥയുടെ ബീജം ആണ് ഈ മാ നിഷാദ എന്ന് തുടങ്ങുന്ന ഈ ശ്ലോകം. അപ്പോൾ നമ്മൾ വലിയൊരു ആൽവൃക്ഷം നമ്മുടെ മനസ്സിലൊന്ന് കാണുക. അതിൻ്റെ പൂർവ്വരൂപം എന്താണ്? ചെറിയൊരു വിത്താണ്. അത് മുളച്ച് പടർന്ന് പന്തലിച്ചാണ് അത്രയും വലിയൊരു വൃക്ഷമുണ്ടായിട്ടുള്ളത്. അതേപോലെ രാമായണം മുഴുവൻ തന്നെ ഈ മാ നിഷാദ എന്ന ശ്ലോകത്തിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ച് ബ്രഹ്മദേവൻ ബ്രഹ്മലോകത്തേക്ക് പോകുന്നു. വാൽമീകി പിന്നീട് ബ്രഹ്മദേവന്റെ നിർദ്ദേശപ്രകാരം ആ ശ്ലോകത്തെ ആധാരമാക്കിയിട്ട് ഉപജീവിച്ചുകൊണ്ട് രാമകഥ വിസ്തരിച്ച് പ്രതിപാദിക്കുകയാണ്. 24,000 ശ്ലോകങ്ങളിലായിട്ട് 6 കാണ്ഡങ്ങളിലായിട്ട്. അതാണ് വാൽമീകി രാമായണം എന്ന നമ്മുടെ ആ ഇതിഹാസ ഗ്രന്ഥം. ഇങ്ങനെയാണ് രാമായണത്തിൻ്റെ രചന ഉണ്ടാകുന്നത്. അപ്പം നമ്മളിപ്പോൾ സാധാരണ ഇവിടെ പാരായണം ചെയ്യുന്നത് ഈ വാൽമീകി രാമായണമാണോ? അല്ല. അത് വർണ്ണനകളെ കൊണ്ടും കഥാതന്തുക്കളെ കൊണ്ടും വളരെ അപാരമായിട്ടുള്ളതാണ് ഈ വാൽമീകി രാമായണം. അതിനെ കാലം കൊണ്ട് ചുരുക്കി ഒരു മഹാത്മാവ് അധ്യാത്മരാമായണമായി സംഗ്രഹിച്ചെഴുതി. 24,000 ശ്ലോകങ്ങളുള്ള വാൽമീകി രാമായണത്തെ 4,238 ശ്ലോകങ്ങളിൽ എഴുതിയതാണ് അധ്യാത്മരാമായണം. ഭഗവാൻ ശ്രീരാമചന്ദ്രസ്വാമിയെ മഹാവിഷ്ണുവിൻ്റെ പരിപൂർണമായ അവതാരമായിട്ട് ഇതിൽ ചിത്രീകരിക്കണു. മാത്രല്ല ആധ്യാത്മിക തത്വങ്ങൾക്ക്, തത്വചിന്തയ്ക്ക് ഒക്കെ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് അതിലെ പ്രതിപാദന രീതി. മഹാദേവൻ തന്നെ നേരിട്ട് പാർവതീദേവിക്ക് ഉപദേശിക്കുന്ന വിധത്തിലാണ് ഈ അധ്യാത്മരാമായണം. അതാണ് അതിൻ്റെ പ്രത്യേകത തന്നെ. ദേവിക്ക് ഇത്രയും ഇഷ്ടമായിട്ടുള്ളത് രാമായണം കേൾക്കുന്നത് പോലെ വേറെയില്ല. പലതും അങ്ങ് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിലും ഇനി എനിക്ക് അങ്ങ് രാമതത്വത്തെക്കുറിച്ച് ഉപദേശിച്ചു തരണം എന്നാണ് ദേവി ആദ്യം തന്നെ ആവശ്യപ്പെടുന്നത്. ആ ദേവിയുടെ ചോദ്യത്തെ പുരസ്കരിച്ചുകൊണ്ടാണ് ആ രാമായണം പറഞ്ഞു കൊടുക്കുന്നത്. പുരാരി ഗിരിസംഭൂത ശ്രീരാമാർണവ സംഗത അധ്യാത്മരാമഗംഗേയം പുനാദി ഭുവനത്രയം. അധ്യാത്മരാമായണത്തിൻ്റെ മാഹാത്മ്യം പറയാണ്. എന്താണ്? അധ്യാത്മരാമായണമാകുന്ന ഗംഗാനദി 3 ലോകത്തെയും ശുദ്ധമാക്കുന്നു. നമ്മുടെ മനസ്സ്, ബുദ്ധി, ഇന്ദ്രിയങ്ങള് ഇതിനെയൊക്കെ ശുദ്ധമാക്കി നമുക്ക് പവിത്രതയെ നൽകുന്നതാണ് ഈ രാമായണം. ഇപ്പോൾ ഈ സമുദ്രവും പുഴയും പോലെയാണ് അധ്യാത്മരാമായണവും വാൽമീകി രാമായണവും. വാൽമീകി രാമായണം സമുദ്രമാണെങ്കിൽ അധ്യാത്മരാമായണം പുഴയാണ്. സമുദ്രത്തിലെ വെള്ളം നമ്മൾ കുളിക്കാനൊന്നും ഉപയോഗിക്കില്ല, കുടിക്കാനൊന്നും. എന്നാലോ പുഴയിലെ അത് ഉപകരിക്കുകയും ചെയ്യും. അപ്പം അങ്ങനെ എന്തുകൊണ്ടും പ്രാധാന്യമർഹിക്കുന്ന, തത്വചിന്തയ്ക്ക് പ്രാധാന്യമർഹിക്കുന്ന അധ്യാത്മരാമായണം. അപ്പം അതും തന്നെ എന്താണ്? സംസ്കൃത ഭാഷയിലാണ്. ഈ സംസ്കൃത ഭാഷയിലുള്ള അധ്യാത്മരാമായണം ആണോ നമ്മളിപ്പോൾ പാരായണം ചെയ്യുന്നത്? അല്ല. അതിനെ പരമ ഭാഗവതോത്തമനായ തുഞ്ചത്തെഴുത്തച്ഛൻ നമുക്ക് കിളിപ്പാട്ട് രൂപത്തിൽ പറഞ്ഞു തരാണ്. അപ്പോൾ ആ തുഞ്ചത്തെഴുത്തച്ഛനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 16-ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധത്തിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. ഒരു 100 കൊല്ലങ്ങൾക്ക് മുമ്പ്. ഇന്നത്തെ ഈ മലപ്പുറം ജില്ലയിൽ തന്നെ തിരൂര് തൃക്കണ്ടിയൂർ ശിവക്ഷേത്രത്തിനടുത്തുള്ള തുഞ്ചൻ പറമ്പിൽ അദ്ദേഹത്തിൻ്റെ സമയത്തുള്ള കാലവ്യവസ്ഥിതി വളരെ ദുഷിച്ചതാണ്. അന്ധവിശ്വാസങ്ങളെ, അനാചാരങ്ങളെ, തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ ഇതൊക്കെ നടമാടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം. ഇംഗ്ലീഷുകാരുടെ, പോർച്ചുഗീസുകാരുടെയൊക്കെ വരവ്, അവരിവിടെ സാമ്രാജ്യം സ്ഥാപിക്കാനുള്ള തിരക്ക്, സംസ്കൃതം പഠിക്കുക, നമ്മുടെ പുരാണേതിഹാസങ്ങൾ വായിക്കുക, ഇതേപോലെ നമ്മൾ പറയുക, കേൾക്കുക, ഇതിനൊന്നും സാധാരണ ആളുകൾക്ക് അനുവാദമില്ല. സമൂഹത്തിൽ ഉയർന്ന ഒരു വിഭാഗം ആളുകൾക്ക് മാത്രമേ അതിന് അനുവാദവും അംഗീകാരവും ഉണ്ടായിരുന്നുള്ളൂ. ആ പരമ ഭാഗവതോത്തമനായ തുഞ്ചത്തെഴുത്തച്ഛൻ ഇതൊക്കെ പഠിച്ച് മനസ്സിലാക്കി എന്തു ചെയ്യുന്നു? സാധാരണ ആളുകളെ ഭക്തിയിലൂടെ ഈശ്വരനിലേക്ക് അടുപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പക്ഷെ അന്നത്തെ സാമൂഹ്യ വ്യവസ്ഥിതി അതിനെ അനുവദിക്കുന്നില്ല, അതിന് തടസ്സം നിൽക്കുകയാണ്. അദ്ദേഹത്തിന് പറയാനുള്ളത് പറയാൻ പറ്റില്ല.
അപ്പോൾ അദ്ദേഹത്തിന് വിഷമമാവുന്നു. ഇനിയിപ്പോൾ എങ്ങനെയാണ് ഈ ശാസ്ത്രങ്ങളെയൊക്കെ സാധാരണ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്? ഒരു കിളിയുടെ മറ പിടിച്ചുകൊണ്ട് കിളി പറയുന്നത് മാതിരി അങ്ങോട്ട് പറയാൻ തുടങ്ങി. തുഞ്ചത്തെഴുത്തച്ഛൻ്റെ ശാരിക പൈതല് ആ ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണെ, ശ്രീരാമചരിതം നീ ചൊല്ലിയിടുമടിയാതെ ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. ശ്രീരാമസ്മരണയോടുകൂടി ആ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ ശാരിക പൈതലെ തത്ത കിളി ഭഗവാൻ ശ്രീരാമചന്ദ്രസ്വാമിയുടെ മധുരമധുരങ്ങളായിട്ടുള്ള കഥകളങ്ങനെ പറഞ്ഞു തരുന്നു. അങ്ങനെ സംസ്കൃത ഭാഷയിലുള്ള അധ്യാത്മരാമായണത്തെ തുഞ്ചത്തെഴുത്തച്ഛൻ നമുക്ക് കിളിപ്പാട്ട് രൂപത്തിൽ പരിഭാഷപ്പെടുത്തി തരികയാണ്. സ്വതന്ത്ര വിവർത്തനാണ്, വൃത്താനുവൃത്തമുള്ള തർജ്ജമയല്ല. ചിലപ്പം മൂലത്തിലുള്ള ഒരു ശ്ലോകത്തിന് തുഞ്ചത്തെഴുത്തച്ഛൻ അർത്ഥം കൊടുക്കുക, ചിലപ്പോൾ 8-10 വരികളിൽ കൂടെയാണ് ഒരർത്ഥം കൊടുക്കുക. അതിൻ്റെ മനോഹാരിത എത്രയാണെന്ന് പറയാൻ പറ്റില്ല. അത്രയും ദിവ്യത്വമാണ് ഈ രാമായണത്തിനുള്ളത്. മഹാകവി വള്ളത്തോള് ഒരു അഭിപ്രായം പറയേണ്ടായിട്ടുണ്ട്. എന്താ പറഞ്ഞത്? കാവ്യം സുഗേയം കഥ രാഘവീയം, കർത്താവ് തുഞ്ചത്തുളവായ ദിവ്യൻ, ചൊല്ലുന്നതോ ഭക്തിമയ സ്വരത്തിൽ, ആനന്ദലബ്ധിക്കിനി എന്തു വേണം. ഇവിടെ ആരുടെ തുഞ്ചത്തെഴുത്ത് ഈ വെള്ളത്തോൾ ഒരു ബോട്ടിൽ കൂടെ പോവാണ്. 2 തീരത്തും ചെറിയ ചെറിയ വീടുകളുണ്ട്. സന്ധ്യ മയങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ വീട്ടുകളിൽ നിന്ന് സ്ത്രീകളൊക്കെ രാമായണം വായിക്കുകയാണ്. വിളക്കൊക്കെ കൊളുത്തി വെച്ച് സന്ധ്യാവന്ദനാദികളൊക്കെ കഴിഞ്ഞ് ഈ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ട് മനോഹരമായിട്ട് ഇങ്ങനെ കീർത്തിക്കുകയാണ്. ഏത് രാഗത്തിൽ ഏത് ഈണത്തിൽ ഇതിനെ വായിക്കാൻ സാധിക്കും. അപ്പോഴാണ് പറയണത്, എന്താ പറയുന്നത്? ഇത് ആരുടെ കഥയാണ് പറയുന്നത്? ഭഗവാൻ ശ്രീരാമചന്ദ്രസ്വാമിയുടെ രാഘവന്റെ കഥ. രാഘവൻ എന്ന് വെച്ചാൽ ആരാണ്? രഘു എന്നു പേരായിട്ടുള്ള ഒരു രാജാവ് സൂര്യവംശത്തിൽ രാജ്യം ഭരിച്ചിരുന്നു. ഭഗവാൻ ശ്രീരാമചന്ദ്രസ്വാമിയുടെ വംശമാണ് സൂര്യവംശം. അപ്പം അതിൽ ഉണ്ടായ രാജാവാണ് രഘു. രഘുവിൻ്റെ വംശത്തിൽ പിറന്നവൻ എന്ന അർത്ഥത്തിലാണ് ശ്രീരാമചന്ദ്രന് രാഘവൻ എന്നുള്ള പേര്. ഇനി എന്താണ് ഇതിൻ്റെ സവിശേഷത? ആരാണ് പറയുന്നത്? കർത്താവ് തുഞ്ചത്തുളവായ ദിവ്യൻ, പരമ ഭാഗവതോത്തമനായ തുഞ്ചത്തെഴുത്തച്ഛനാണ് ഇതിൻ്റെ കർത്താവ്. എത്രയാണ് അദ്ദേഹത്തിൻ്റെ മഹിമ എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ശ്രീ ഗുരുവായൂരപ്പൻ അത്യന്തം ഇഷ്ടപ്പെട്ടതും ഭക്തജനങ്ങൾ ഏറ്റവും ആദരിച്ചു വരുന്നതുമായ ഉത്തമ സ്തോത്രഗ്രന്ഥമാണ് നാരായണീയം. ആ നാരായണീയം എഴുതാൻ പോലും തുഞ്ചത്തെഴുത്തച്ഛനാണ് മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാടിന് മാർഗനിർദ്ദേശം നൽകിയത്, അതിനുവേണ്ട സൂചന നൽകിയത്, അതിനുവേണ്ട ഉപദേശം നൽകിയത്. അതുപ്രകാരമാണ് മരുന്ന് കഴിച്ചതുകൊണ്ടോ വാതരോഗബാധിതനായ അദ്ദേഹത്തോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. മരുന്ന് കഴിച്ചതുകൊണ്ടോ മന്ത്രവാചം ചെയ്തതുകൊണ്ടോ ഒന്നും രോഗം മാറില്ല. ഭഗവാനെ സേവിക്കൂ, ഭഗവാന്റെ അനുഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ രോഗം മാറുള്ളൂ എന്ന് പറഞ്ഞ് അദ്ദേഹം ഗുരുവായൂരിൽ ചെന്ന് ഭാഗവതം കൊണ്ട് ഭഗവാനെ സേവിക്കുന്നു, ചുരുക്കി എഴുതി ഭഗവാന് സമർപ്പിക്കണോ. അതാണ് നാരായണീയം. ആയുസ്സും ആരോഗ്യവും തിരിച്ചു കിട്ടണം. അപ്പം അങ്ങനെയൊക്കെയുള്ള ദിവ്യത്വമുള്ള തുഞ്ചത്തെഴുത്തച്ഛനാണ് ഇതിൻ്റെ കർത്താവ്. പിന്നെ ചൊല്ലുന്നതോ ഭക്തിമയ സ്വരത്തിൽ. രാമായണത്തിലെ വരികളങ്ങനെ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ വായിക്കുന്നത് ശ്രദ്ധയോടുകൂടി നമ്മൾ കേട്ടാൽ ആ ഭക്തി തന്നെ ഭഗവാന്റെ പാദങ്ങളിൽ വന്ന് ചേർന്നുകൊള്ളും. രാമൻ എന്നൊരു പദം പറയുമ്പോഴേക്ക് അതിൻ്റെ പിന്നിൽ അനവധി നാമങ്ങൾ കോമ്പയായിട്ട് മാലയായി ചേർത്തിട്ടാണ് ആര് പറയുക? തുഞ്ചത്തെഴുത്തച്ഛൻ പറയുക. നാരായണൻ നളീനായത് ലോചനൻ, നാരീജന മനോമോഹനൻ കേശവൻ. അവസാനിച്ചിട്ടില്ല. അങ്ങനെ ഒരു 100ഓളം അല്ലെങ്കിൽ അത്രയധികം നാമങ്ങൾ, ഇങ്ങനെ വിശേഷണങ്ങൾ കൊടുത്തിട്ടാണ് അങ്ങനെയുള്ള ശ്രീരാമൻ എന്ന് പറയുക. അപ്പോൾ ഭഗവാന്റെ നാമങ്ങൾ, ഭഗവാനിൽ ഭക്തിയെ വളർത്താനുള്ള കാര്യങ്ങൾ ഇത്രയും തന്മയത്വത്തോടുകൂടി നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഒരു ആചാര്യൻ വേറെയില്ല. അതാണ് തുഞ്ചത്തെഴുത്തച്ഛൻ്റെ മഹിമ. ആദ്യമായിട്ട് മലയാളികളായിട്ടുള്ള നമുക്ക് രാമകഥ പറഞ്ഞു തന്നിട്ടുള്ളത്, ദേവിയുടെ കഥ പറഞ്ഞു തന്നിട്ടുള്ളത്, ശ്രീകൃഷ്ണന്റെ കഥ പറഞ്ഞു തന്നിട്ടുള്ളത് തുഞ്ചത്തെഴുത്തച്ഛനാണ്. നമ്മുടെ ആധ്യാത്മിക ആചാര്യന്മാരിൽ അഗ്രഗണ്യനാണ്.
മലയാള ഭാഷയുടെ പിതാവാണ്. അപ്പോൾ നമ്മൾ കുട്ടികളെ എഴുത്തിനിരുത്തുമ്പോൾ ഹരിശ്രീ കുറിക്കുമ്പോൾ എങ്ങനെയാണ്? തുഞ്ചത്തെഴുത്തച്ഛനെ സ്മരിച്ചുകൊണ്ടാണ് സ്വർണം കൊണ്ട് നാവിൽ കുറിക്കുക. സാനന്ദരൂപം സകലപ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേഷു രവിസ്വരൂപം നമൗമി തുഞ്ചത്തെഴുമാര്യപാദം. പിന്നീട് അദ്ദേഹം എന്ത് ചെയ്യുന്നു? രാമായണ രചനയ്ക്ക് ശേഷം 1,25,000 ശ്ലോകങ്ങളുള്ള മഹാഭാരതത്തെ കിളിപ്പാട്ട് രൂപത്തിൽ, ഭാഗവത പുരാണത്തെ കിളിപ്പാട്ട് രൂപത്തിൽ പറഞ്ഞു തരണു, ദേവീ മഹാത്മ്യത്തെ കിളിപ്പാട്ട് രൂപത്തിൽ പറഞ്ഞു തരണു. അപ്പൊ ഇതിൻ്റെ ഒക്കെ സംഗ്രഹമായിട്ട് രത്നചുരുക്കമായി അദ്ദേഹം ഇന്ന് ഹരിനാമകീർത്തനം, ചിന്താരത്നം എന്ന 2 കൃതികൾ കൂടി രചിക്കുന്നുണ്ട്. അത് സ്വതന്ത്രമായിട്ടുള്ളതാണ്. തുഞ്ചത്തെഴുത്തച്ഛൻ്റെ ഹരിനാമകീർത്തനവും പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാനയും നമ്മുടെ ഭാഷയിലുള്ള ഉപനിഷത്ത് തുല്യമായ 2 ഗ്രന്ഥങ്ങളാണ്. വേദോപനിഷത്തുകളുടെയും പുരാണേതിഹാസങ്ങളുടെയും സാരം പച്ച മലയാളത്തിൽ നമുക്കങ്ങോട്ട് പറഞ്ഞു തരാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള തുഞ്ചത്തെഴുത്തച്ഛനാൽ വിരചിതമായിട്ടുള്ള രാമായണമാണ് നമ്മളിവിടെ വായിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള പ്രഭാഷണങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് പറയാനുള്ള ഭാഗം കിഷ്കിന്ധാകാന്ഡത്തിലെ താരയോടുള്ള ഉപദേശമാണ്. അപ്പോൾ രാവണാദികളായിട്ടുള്ള ദുഷ്ടന്മാരുടെ ഉപദ്രവം സഹിക്കവയ്യാതെ ബ്രഹ്മാദികളായിട്ടുള്ള ദേവന്മാരുടെ പ്രാർത്ഥന പ്രകാരം ഭഗവാൻ ശ്രീഹരി ഭൂമിയിൽ അയോധ്യയിൽ സൂര്യവംശത്തിൽ ദശരഥൻ്റെയും കൗസല്യയുടെയും പുത്രനായിട്ട് അവതരിച്ച് അച്ഛൻ്റെ സത്യത്തെ പാലിക്കുവാൻ 14 കൊല്ലത്തെ വനവാസത്തിൻ്റെ കാട്ടിൽ താമസിക്കുമ്പോൾ സീതയെ രാവണൻ കട്ടുകൊണ്ടുപോകുന്നു. സീതയെ അന്വേഷിച്ചു പോകുന്ന ശ്രീരാമൻ ജടായുവിന് മോക്ഷം കൊടുത്ത് കബന്ധന് ഗതി നൽകി ശബരിയെ അനുഗ്രഹിച്ച് സുഗ്രീവനുമായി സഖ്യം ചെയ്ത് ബാലിയെ വധിച്ച് സുഗ്രീവനെ ബാലിയെ വധിച്ചു. ആ ബാലിവധം ആണല്ലോ ഇന്നലെ നമ്മളിവിടെ കേട്ടത്. ആ ബാലി ആരാണ്? ബാലി മഹാബലവാൻ, ഇല്ല അവനോളം ബലം മറ്റാർക്കുമേ. ബാലിയുടെ ബലം പോലെ ബലം വേറെ ആർക്കും തന്നെ ഇല്ല. അപ്പോൾ ആ ബാലിയെയാണ് ശ്രീരാമൻ വധിച്ചത്. ആരെ കൊണ്ടും ബാലിയെ വധിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ സുഗ്രീവനും ബാലിയും തമ്മിൽ തെറ്റാനുള്ള കാരണമൊക്കെ ഇപ്പോൾ നമ്മളിതിന് മുമ്പുള്ള ഭാഗങ്ങളിലായിട്ട് വായിച്ചു കഴിഞ്ഞു. എങ്ങനെയാണ് ഈ ബാലിയുടെ ഉത്ഭവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ബ്രഹ്മദേവന്റെ കണ്ണുനീരിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ ഭൂമിയിൽ പതിക്കേണ്ടായി. അപ്പം അങ്ങനെ പതിച്ച കണ്ണുനീര് ഒരു വാനരനായിട്ട് രൂപം കൊണ്ടു. ഹൃക്ഷരജസ് എന്ന് ആ വാനരന് ബ്രഹ്മദേവൻ നാമകരണം ചെയ്തു. ആ വാനരൻ ബ്രഹ്മാവിൻ്റെ സത്യലോകത്തിലും അതിനുശേഷം അവിടെ നിന്ന് ഹിമാലയത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലും ഒക്കെ അങ്ങനെ ചുറ്റിത്തിരിഞ്ഞുകൊണ്ട് സഞ്ചരിക്കുകയാണ്. അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു തവണ ഹിമാലയത്തിൽ മനോഹരമായിട്ടുള്ള ഒരു തടാകത്തിൻ്റെ സരസിൻ്റെ തീരത്തെത്തുന്നത്. ആ സരസിൻ്റെ തീരത്ത് ഈ വാനരൻ ഫലമൂലങ്ങളൊക്കെ ഭക്ഷിച്ച് തൃപ്തനായിട്ട് നടക്കുകയാണ്. അപ്പോഴാണ് അതിലെ നിർമ്മലമായിട്ടുള്ള ജലത്തിൽ തൻ്റെ പ്രതിബിംബം കാണുന്നുണ്ട്. അവൻ വിചാരിച്ചു, തന്നെപ്പോലെ ഒരുത്തൻ ഇതിലുണ്ടല്ലോ, ഇന്നാതാൽ ആരാണെന്ന് അറിയണം, എന്താണ് അവൻ്റെ ഉദ്ദേശം എന്നറിയാൻ വേണ്ടിയിട്ട് ആ വെള്ളത്തിലേക്ക് അങ്ങോട്ട് ചാടി. വെള്ളത്തിൽ മുങ്ങി നോക്കുമ്പോൾ തൻ്റെ പ്രതിബിംബം അതിൽ കണ്ടതേ. അവൻ നേരെ കരച്ചു കയറും ചെയ്തു. കരച്ചു കയറിയപ്പോഴേക്കും എന്തായിരുന്നു? അവനൊരു സ്ത്രീയായിട്ട് മാറിയിട്ടുണ്ട്. ഒരുത്തൻ പോയി ഒരുത്തിയായി. ഇനി അങ്ങനെ മനോഹരയും സുന്ദരിയുമായിട്ടുള്ള ഒരു സ്ത്രീയായിട്ട് പരിണമിച്ചു. അപ്പം എന്താണ് ഇങ്ങനെ സ്ത്രീയാവാൻ കാരണം എന്നാണെങ്കിൽ അതിനും ഒരു പൂർവകഥ മറ്റ് രാമായണത്തിലെ തന്നെ. രാമായണം ഇപ്പം 100 കോടി ഗ്രന്ഥമുണ്ടിൽ ഇത് ഭൂമി തന്നിൽ എന്നാണ് പറയണത്. വാൽമീകി രാമായണം 24,000. അവയൊന്നും ലോകത്തിൽ പ്രചാരത്തിലില്ല. ഭൂമിയിൽ ഇപ്പം ഇത് മാത്രമേ പ്രചാരത്തിലുള്ളൂ. അപ്പം അതിലെന്താ കാരണം വെച്ചാൽ പാർവതീദേവി സ്ഥിരമായിട്ട് സ്നാനം ചെയ്യുന്നത് ഈ തടാകത്തിലാണ്. പാർവതീ ദേവി ഒരു ദിവസം ഈ തടാകത്തിൽ സ്നാനം ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോഴാണ് വൈരോചനൻ എന്നു പേരായിട്ടുള്ള ഒരു രാക്ഷസൻ കുറേ ദൂരത്തുനിന്ന് ഇങ്ങനെ വരുന്നുണ്ട്. ദൂരത്തുനിന്ന് തടാകത്തിലേക്ക് നോക്കിയപ്പോൾ അവിടെ അതിമനോഹരിയായിട്ടുള്ള ഒരു സ്ത്രീ സ്നാനം കഴിക്കുന്നുണ്ട്, കുളിക്കുന്നുണ്ട്.
അപ്പോഴേക്ക് തന്നെ അവൻ അവളിൽ ആ ദേവിയിൽ അങ്ങോട്ട് ആ സൗന്ദര്യത്തിൽ ഭ്രമിച്ച ആകർഷനായി തീരാണ്. അവൻ എന്തു ചെയ്തു? അവൻ ഒരു സ്ത്രീരൂപം ധരിച്ച് കൂടുതൽ സൗന്ദര്യം ആസ്വദിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആ സരസിലിറങ്ങി പാർവതിയുടെ ഒപ്പം അങ്ങനെ കുളിക്കാൻ തുടങ്ങി. അപ്പൊ ദേവി ഇത് മനസ്സിലാക്കി. എൻ്റെ കൂടെ ഇപ്പം ഈ കുളിക്കുന്ന സ്ത്രീ ഉണ്ടല്ലോ, ഇത് സാധാരണ ഒരു സ്ത്രീയല്ല, ഒരു രാക്ഷസനാണ്, അസുരനാണ് എന്ന് മനസ്സിലാക്കി നീയും എന്നും ഒരു സ്ത്രീ ആവട്ടെ എന്നും, മാത്രല്ല ഇനി ആരെങ്കിലും ഈ സരസിൽ ഇറങ്ങിയിട്ട് സ്നാനം ചെയ്യുന്നുണ്ടോ അവരൊക്കെ സ്ത്രീകളായി തീരട്ടെ എന്നും ശപിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഈ വൃക്ഷരജസ്സും എന്തായി തീർന്നത്? സ്ത്രീയായി തീർന്നത്. സ്ത്രീയായി തീർന്ന് അവനിങ്ങനെ ആകെ വിഷമത്തിലായി നാണിച്ചങ്ങനെ നടന്നു. അതിസൗന്ദര്യവതിയായിട്ടുള്ള സ്ത്രീയാണ്. ഇങ്ങനെ നടക്കുമ്പോഴാണ് ദേവരാജാവായിട്ടുള്ള ഇന്ദ്രൻ ബ്രഹ്മലോകത്ത് ചെന്ന് ബ്രഹ്മദേവനെ വന്ദിച്ച് സ്വർഗത്തിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോഴാണ് അതാ ഈ തടാക തീരത്തിൽ അതിസൗന്ദര്യവതിയായിട്ടുള്ള ഒരു സ്ത്രീയെ കാണുന്നത്. അവളിൽ ആഗ്രഹം തോന്നുന്നു. അവളിലെ ഒരു പുത്രൻ ഉണ്ടാവുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് എന്തായി? ആ പുത്രനെ അവൾക്ക് കൊടുത്ത് ദേവരാജൻ പോകുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് സൂര്യദേവൻ ആ വഴി എങ്ങനെ വരികയാണ്. സൂര്യദേവനും തന്നെ ഇവളെ കണ്ട് ഇവളുടെ സൗന്ദര്യത്തിൽ ഭ്രമിക്കുന്നു. സൂര്യനും അതിലൊരു പുത്രനുണ്ടാകുന്നു. ആ പുത്രനെയും അവൾക്ക് കൊടുത്ത് അവർ പോകുന്നു. പിന്നീട് ഈ വാനരൻ എന്ത് ചെയ്യുന്നു? 2 കുട്ടികളെയും കൊണ്ട് നടന്ന് ഒന്നും കൂടി കുളിച്ചതിൽ കയറി. അപ്പോഴേക്ക് എന്തായി? പുരുഷനായി തീരും ചെയ്യണം. ആ വാനരൻ്റെ രൂപം പിന്നീട് തിരിച്ചു കിട്ടണോ? 2 വാനരക്കുട്ടികളെയും കൊണ്ട് തൻ്റെ പിതാവിൻ്റെ അടുത്ത് ചെല്ലണോ. ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇവരെ എന്ത് ചെയ്യണം ചോദിച്ചു. കൃഷ്ണരാജനോട് ബ്രഹ്മദേവൻ പറഞ്ഞു, നീയെ ഭൂമിയിൽ കിഷ്കിന്ധയിൽ ചെന്ന് വാനരന്മാരുടെ രാജാവായിട്ട് വർത്തിക്കുക. സമസ്ത വാനരന്മാരും എന്നെ സേവിച്ചുകൊണ്ട് അവിടെ കഴിഞ്ഞുകൂടുമെന്ന് പറഞ്ഞു. അങ്ങനെ കുട്ടികളെയും കൊണ്ട് വാനര രാജാവായി തീരുന്നു. അങ്ങനെ രാജാവായി തീരുന്ന അവസരത്തിലാണ് എന്തുണ്ടായത്? ഈ കുട്ടികളങ്ങനെ വളർന്നുകൊണ്ടിരിക്കണം. അതിൽ ഇദ്ദേഹത്തിൻ്റെ കാലശേഷം പിന്നീട് മൂത്തപുത്രനായിട്ടുള്ള ബാലിയെ രാജാവാക്കി. അപ്പോൾ ബാലി രാജാവാക്കിയിട്ട് അവരങ്ങനെ വാനരന്മാരെ അവരെ സേവിച്ചുകൊണ്ട് സംരക്ഷിച്ചുകൊണ്ട് അങ്ങനെ കഴിഞ്ഞുകൂടുകയാണ്. അപ്പം അത്രയും സ്നേഹമാണ് തൻ്റെ സഹോദരനോട് ബാലിക്കുള്ളത്. ബാലിയെ വാനരന്മാരെ ബാലി ജയിക്കട്ടെ എന്നൊക്കെ സ്തുതി പാടുമ്പോൾ മുദ്രാവാക്യം വിളിക്കുമ്പോൾ ബാലി പറയും, നിങ്ങൾ എനിക്ക് മാത്രം മുദ്രാവാക്യം വിളിച്ചാൽ പോരാ, എൻ്റെ അനിയനെയും കൂടി വിളിക്കണം എന്ന് പറയും. അപ്പം എന്താ അത്രയും അവർ പറയുക? ബാലി സുഗ്രീവന്മാർ വിജയിക്കട്ടെ, ബാലി സുഗ്രീവന്മാർ വിജയിക്കട്ടെ എന്ന് പറഞ്ഞ ഒരു സിംഹാസനത്തിലാണ് അവരിയ്ക്കുക. അപ്പോൾ ഇങ്ങനെ 2 പേരും സ്നേഹത്തോടും സാഹോദര്യത്തോടും കൂടി അങ്ങനെ കഴിഞ്ഞിരുന്ന അവരെ ചെറിയൊരു അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിലാണ് പരസ്പര ശത്രുക്കളായി തീരുന്നത്. അതിൻ്റെ ഫലമായിട്ടാണ് സുഗ്രീവൻ ശ്രീരാമനുമായി സഖ്യം ചെയ്തത്, ബാലിയെ വധിക്കുന്നത്. ആ ബാലിയെ വധിക്കാൻ ആരെ കൊണ്ടും സാധിക്കുകയില്ല. അത്രയധികം ശക്തിയുള്ളവനാണ് ബാലി. രാവണന് പോലും ബാലിയുടെ അടുത്ത് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. ഒരു തവണ രാവണൻ ദിഗ്വിജയം നടത്തി ലോകം മുഴുവൻ ജയിച്ചങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ശ്രീനാരദ മഹർഷി ഹരേ നാരായണ 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 എന്ന് ജപിച്ചുകൊണ്ട് ബാലി ലങ്കയിലെത്തുന്നത്. വേഗം സാധാരണ ഒരു മഹാത്മാക്കളെ വന്നാലും അതിഥി വന്നാൽ അവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയല്ലേ വേണ്ടത്. രാവണ ആരോടും പുച്ഛമാണ്, താനാണ് ഏറ്റവും വലിയ ആള് എന്ന ഉദ്ദേശത്തിൽ ഒരു ഇരിക്കാനുള്ള ഒരു ഇരിപ്പിടം കാലുകൊണ്ട് ഇറക്കി കൊടുത്തു. അതിൽ വേണമെങ്കിൽ ഇരുന്നോളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഈ അനാദരവ് കണ്ടപ്പോൾ നാരദ മഹർഷിക്ക് തോന്നി, ഇതിന് ഞാൻ എന്താ ചെയ്യേണ്ടതെന്നറിയാതെ, ദിഗ്വിജയം നടത്തിയെന്നല്ലേ അങ്ങ് പറഞ്ഞത്, അങ്ങ് ദിഗ്വിജയം നടത്തിയിട്ടില്ല, ലോകം മുഴുവൻ ജയിച്ചിട്ടില്ല, ഉണ്ട് എന്ന് പറഞ്ഞപ്പോ നാരദൻ പറഞ്ഞു, കിഷ്കിന്ധയിലെ ബാലി എന്നു പേരായിട്ടുള്ള ഒരു വാനരനുണ്ട്, അവനെയും കൂടി ജയിച്ചാൽ മാത്രമേ അങ്ങ് ദിഗ്വിജയിയായി ഞാൻ അംഗീകരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. ഉടനെ രാക്ഷസന്മാർക്ക് കൽപ്പന കൊടുത്തു, എന്നാൽ പോയിട്ട് അവനെ ജയിച്ചു വരുമെന്ന്. അങ്ങനെ അവരെ പറഞ്ഞയച്ചാലൊന്നും ജയിക്കാൻ പറ്റില്ല. ബാലി എങ്ങനെയുള്ളവനാണ്? എതിരിടുന്ന ആളുകളുടെ പകുതി ബലം ബാലിക്കാണ്.
അപ്പോൾ ബാലി അത്ര എളുപ്പത്തിൽ ആർക്കും ജയിക്കാൻ പറ്റില്ല, സൈന്യങ്ങളെ കൊണ്ടൊന്നും പറ്റില്ല. അപ്പം എന്താ ചെയ്യേണ്ടത്? അങ്ങ് എൻ്റെ കൂടെ ഒന്ന് പോന്നോളൂ പറഞ്ഞു. നമുക്ക് രണ്ടാളെ കൂടി പോവുക പറഞ്ഞു. അങ്ങനെയാണ് പോയി നോക്കുമ്പോൾ കിഷ്കിന്ധയിലെത്തി. ബാലിയെ ആക്രോശിച്ചുകൊണ്ട്, ബാലി എവിടെയാണ് എന്ന് വിളിച്ച് ആക്രോശിച്ചുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ ബാലി താര അന്തപുരത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന് പറഞ്ഞു, അദ്ദേഹം ഇപ്പം ഇവിടെ ഇല്ല, പ്രഭാത സമയത്താണ് വന്നത്. അദ്ദേഹം ബലിതർപ്പണങ്ങൾക്ക് വേണ്ടി എല്ലാ ദിവസവും തർപ്പണം പതിവുണ്ട്, സമുദ്രക്കരയിലേക്ക് പോയിരിക്കുകയാണ് എന്ന് പറഞ്ഞു. കുറച്ചു നേരം ഇരുന്നോളൂ എന്നാ കാണാൻ പറഞ്ഞു. എനിക്ക് ഇരിക്കാനൊന്നും സമയമില്ല. ഇപ്പം ഏത് സമുദ്രത്തിൻ്റെ തീരത്തിലായിരിക്കും? പൂർവ്വ സമുദ്രത്തിൻ്റെ തീരത്തിലായിരിക്കുമെന്ന് പറഞ്ഞു. ഉടനെ നാരദനും രാവണനും കൂടി പൂർവ്വ സമുദ്രത്തിൻ്റെ തീരത്തേക്ക് എത്തിയപ്പോൾ എന്താ അത്രയും ബാലി ചെയ്യണത്? ബാലി ആ സമുദ്രത്തിലിറങ്ങി മുങ്ങി ഏറിനോടുകൂടി കരക്കിരുന്ന് ക്രിയകൾ ചെയ്യാണ്, തർപ്പണം ചെയ്യാണ്. അപ്പം ആ ഇരിക്കുന്ന ആളാണ് ബാലി എന്ന് പറഞ്ഞു കാണും. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചേ, രാവണ നിനക്ക് 20 കയ്യല്ലേ ഉള്ളത്, ആ 20 കൈ കൊണ്ട് മാഞ്ഞങ്ങോട്ട് അടിച്ചോ മുറുത്ത് ചെന്നിട്ട് സമുദ്രത്തിൻ്റെ നടുവിലെത്തുമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അതേപോലെ രാവണ അങ്ങോട്ട് തുടങ്ങലും അടിക്കാൻ തുടങ്ങലും ബാലി തൻ്റെ വാലങ്ങോട്ട് നീട്ടി ആ കൈകൾ 20നെയും കെട്ടി അനക്കാൻ പറ്റാത്ത വിധത്തിലാക്കി തീർക്കും. അപ്പോൾ അയ്യോ എനിക്ക് കൈ അനക്കാൻ പറ്റണില്ലല്ലോ, ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുക? അതിന് നീ ഒരു കാര്യം ചെയ്യേ, നിനക്കല്ലേ 2 കാലുള്ളത്, ആ കാലുകൊണ്ട് അങ്ങോട്ട് ആഞ്ഞ് ചവിട്ടിക്കോ പിന്നെ കൂടെ. അപ്പോൾ എവിടെ എത്തും? സമുദ്രത്തിൻ്റെ നടുവിലെത്തും. കാലങ്ങോട്ട് ചവിട്ടാൻ തുടങ്ങുമ്പോൾ ചവിട്ടാൻ തുടങ്ങലും കൊണ്ടൂന്നായപ്പോഴേക്ക് ബാലി വാല് നീട്ടി അതും കെട്ടിപ്പിടിച്ച് അങ്ങോട്ട് ആകെ അനക്കാൻ വാലിൻ്റെ ചോട്ടിലാക്കണോ. അപ്പോൾ കാലും കയ്യും അനക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ എന്താ നാരദ മഹർഷി ഞാൻ ചെയ്യുക? ആകെ വിഷമത്തിലായല്ലോ. അങ്ങക്കല്ലേ കഴുത്തിന് മേലെ 10 തലയുള്ളത്, ആ 10 തല കൊണ്ടും ആഞ്ഞങ്ങോട്ട് ഇടിച്ചോളൂ പറഞ്ഞു. അപ്പോൾ അതിനു വേണ്ടി അങ്ങോട്ട് തുടങ്ങിയപ്പോൾ ആ 10 തലയും കൂട്ടിപ്പിടിച്ചിരുത്തി. അങ്ങനെ ഹനുമാൻ ആ ബാലി ഇതൊന്നും അറിയാത്ത മാതിരി പിന്നോട്ട് തിരിഞ്ഞിട്ടും കൂടി ഇല്ല. അവിടുന്ന് അങ്ങോട്ട് ചാടി ആ സമുദ്രത്തിൽ ചെന്ന് മുങ്ങി. പിന്നെ അടുത്ത സമുദ്രത്തിൻ്റെ തീരത്തെത്തി. അവിടെയും ഒരു 7 മുങ്ങലായി, വാലിൻ്റെ പിന്നിൽ രാവണനും ഉണ്ട്. പിന്നെ തർപ്പണങ്ങൾ ചെയ്യണോ. അങ്ങനെ ഏത് സമുദ്രത്തിൻ്റെ 7 സമുദ്രക്കരയിലും ബാലിയുടെ വാലിലാക്കിയിട്ട് രാവണനെ വാലിലാക്കിയിട്ട് ബാലി തർപ്പണത്തിന് വേണ്ടി പോവുകയാണ്. ബാലിക്ക് ഒരു കാര്യത്തിന് മാത്രം വിഷമമില്ല, രാവണന് എന്താ അത്ര വിഷമമില്ലാത്തത്? കൃത്യസമയത്ത് ഭക്ഷണം കിട്ടും. ബാലി വിസർജിക്കുന്നത് മുഴുവൻ എവിടേക്കാണ് പോവുക? രാവണൻ്റെ വായല, ഒരു വായലല്ലെങ്കിൽ മറ്റൊരു വായല. അപ്പം അങ്ങനെ അതിന് വിഷമമുണ്ടായിരുന്നില്ല എന്ന് പറയുകയാണ്. അങ്ങനെ കൃത്യസമയത്ത് തന്നെ തർപ്പണമൊക്കെ കഴിഞ്ഞ് നാരദൻ എന്ത് ചെയ്തു? കുറച്ചു നേരം ഇവിടെ കിടക്കാൻ, ഞാൻ എൻ്റെ വഴിക്ക് പോവുകയാണെന്ന് പറഞ്ഞ ഹരേ നാരായണ നാരായണ എന്ന് പറഞ്ഞുകൊണ്ട് നാരദൻ ദേവലോകത്തേക്ക് പോകണോ. ബാലി തർപ്പണമൊക്കെ കഴിഞ്ഞ് കിഷ്കിന്ധയിൽ വന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ താര ഭക്ഷണമൊക്കെ വിളമ്പിക്കൊടുത്തു. അപ്പോൾ അവരുടെ മകനാണ് ആര്? അങ്കദൻ. ചെറിയ കുട്ടിയാണ്, കുറഞ്ഞ കുട്ടിയാണ്. അവൻ ചാടിക്കളിച്ച് അച്ഛൻ്റെ പിന്നാലെ കിടന്ന് നോക്കുമ്പോൾ അച്ഛൻ്റെ വാലിൻ്റെ പിന്നിൽ എന്താ ഒന്ന് തൂങ്ങിക്കിടക്കണ്ടല്ലോ എന്ന് പറഞ്ഞ്. അപ്പോൾ ആ വാലിങ്ങോട്ട് പുറത്തേക്ക് വെച്ചപ്പോഴാണ് ഇതാര്? ലങ്കേശ്വരനായിട്ടുള്ള രാവണനോ? എങ്ങനെ ഇപ്പം ഇതിൻ്റെ അകത്ത് പെട്ടത് ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് അഴിച്ചു വിട്ടു. രാവണന് ഇങ്ങനെ ഒരു അമളി ജീവിതത്തിൽ പറ്റിയിട്ടില്ല. ബാലിയോട് പറഞ്ഞു, നമ്മളിനി ശത്രുത വേണ്ട, മിത്രങ്ങളായി തീരാ. സഖ്യം ചെയ്ത് രാവണൻ നാണം കെട്ട് മുഖം താഴ്ത്തി നേരെ ലങ്കയിലേക്ക് പോവുകയാണ്. അപ്പം രാവണൻ പോലും ബാലിയോട് പരാജയപ്പെട്ടിട്ടുള്ള ആളാണ്. ആ ബാലിയെയാണ് ഇതാ ശ്രീരാമചന്ദ്രൻ ഒരമ്പ് കൊണ്ട് കൊന്നത്. ആരെ കൊണ്ട് സാധിക്കാത്ത കാര്യമാണ് ചെയ്തത്. അതിന് ചില ലക്ഷ്യങ്ങളൊക്കെ ഭേദിപ്പിച്ചിട്ടാണ്. അതൊക്കെ ഭേദിച്ചു. ദുന്ദുബിയുടെ കായം എടുത്തു വലിച്ചെറിഞ്ഞു, സപ്തസാലങ്ങൾ മുറിച്ചു. വട്ടത്തിൽ നിൽക്കൂമി പറ്റി ഒരമ്പെയ്തു പൊട്ടിക്കൽ ബാലിയെ കൊല്ലായി വരും ദൃഢം. രാമായണം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? വട്ടത്തിൽ നിൽക്കൂമി പറ്റി ഒരമ്പെയ്തു പൊട്ടിക്കൽ ബാലിയെ എന്ന് പറയരുത്. എന്തു പറയണം? പൊട്ടിക്കൽ ബാലിയെ. അങ്ങനെ മുമ്പ് എന്തായിത്തീരും? അത് ബാലിയുടെ ഇരീഷിലോ വീട്ടുമ്പോഴൊക്കെ ആയിത്തീരും. അവിടെ നിർത്തിയിട്ട് വായിക്കണം. വട്ടത്തിൽ നിൽക്കൂമി പറ്റിയ ഒരമ്പെയ്തു പൊട്ടിക്കൽ ബാലിയെ കൊല്ലായി വരും ദൃഢം തന്നെ വായിച്ചാലാണ് അർത്ഥം സ്പഷ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഒരുപാട് ഇത് വരും. അങ്ങനെയുള്ള പല വരികളും രാമായണം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ഉത്തമൻ നല്ല വിവേകി വിഭീഷണൻ, സത്യപരാക്രമൻ വൈരവില്ലാരിലും. വിഭീഷണനെ കുറിച്ച് പറയുന്ന ഒരു വാക്കാണ്. ഉത്തമനാണ്,
നല്ല വിവേകിയാണ്, സത്യപരാക്രമനാണ്, ആരിലും വൈരമില്ല, ഭക്തിയുള്ളവനാണ് എന്നൊക്കെയാണ് ആ വിശേഷണങ്ങളെ കൊണ്ട് പറയണത്. അതൊരാൾ വായിച്ചപ്പോൾ എങ്ങനെയായി ഇത്രേ? ഉത്തമനല്ല അവിവേകി വിഭീഷണൻ, അസത്യപരാക്രമൻ, വൈരമെല്ലാരിലും. നേരെ വിപരീതമായി മുറിക്കേണ്ടോടത്ത് മുറിച്ചിട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ, നേരെ വിപരീതമായിട്ടാണ് തീരുക. അതാണ് നമ്മൾ വായിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഉള്ള വിഷമേ. അപ്പോൾ ഒരു സംഭവം ഉണ്ടാവുകയാണ്. ഒരു നമ്പൂതിരി ശാരദ ഊട്ടാൻ വേണ്ടിയിട്ട് പോയത്, അമ്മയുടെ ശാരദ ഊട്ടാൻ വേണ്ടിയിട്ട് കുളത്തിലേക്ക് പോയതാണ്. തർപ്പണമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങേ കടവിൽ രാമൻ രചകൻ കുളിക്കുന്നുണ്ട്. നീ എന്താ ഇപ്പം നിന്നെ കുളിക്കാനൊന്നും കാണാറില്ലല്ലോ, ഇപ്പം എന്താ കുളിക്കാൻ വന്നാണേ ചോദിച്ചേ. ഞാൻ ഇപ്പോൾ എൻ്റെ അമ്മയുടെയും ശാരദാണെന്ന് ഞാൻ ഊട്ടുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹത്തിന് ശങ്ക. ഞാൻ ഈ വേദവിധി പ്രകാരം മന്ത്രതന്ത്രങ്ങളൊക്കെ ജപിച്ച് ചെയ്യുന്ന തർപ്പണം അവൻ്റെ അമ്മയ്ക്ക് കിട്ടിയാലോ എൻ്റെ അമ്മയ്ക്ക് അല്ലാതെ ആയാലോ എന്നൊരു ശങ്ക വന്നു. ഉടനെ ശങ്ക വന്നപ്പോൾ അത് ചെന്ന് ഓയ്ക്കനോട് ചോദിച്ചപ്പോൾ ഓയ്ക്കൻ പറഞ്ഞു കൊടുത്തു, അങ്ങ് പിണ്ടം വെക്കുമ്പോൾ എന്ത് ചെയ്യണം? ഇതം പിണ്ടം മമ മാതുഹു നതു രജകസ്യ മാതുഹു എന്ന് പറഞ്ഞുകൊണ്ടാണ്ട് വെച്ചോളൂ പറഞ്ഞു. ഈ പിണ്ടം എൻ്റെ അമ്മയുടെ പിണ്ടാണ്, അതായത് രജകൻ്റെ അമ്മയുടെ അല്ല എന്ന് പറഞ്ഞിട്ടാണ് വെച്ചോളൂ പറഞ്ഞു. അദ്ദേഹത്തിന് അധികം സംസ്കൃതമൊന്നും അറിയില്ല. അദ്ദേഹം ചെന്ന് പറഞ്ഞപ്പോഴേക്ക് എന്തായി? ഇതം പിണ്ടം മമ മാതു എന്നുള്ള വാക്ക് എന്തായി? ഈ പിണ്ടം എൻ്റെ അമ്മയുടെ അല്ല, പിന്നെ ആരുടെയാണ്? രജകൻ്റെ അമ്മയുടെയാണ് എന്ന് പറഞ്ഞിട്ടാണ് വെച്ചു. അപ്പോൾ അങ്ങനെയൊക്കെ അർത്ഥം മാറിപ്പോകും, ചെറിയ ചില അക്ഷരപ്പശക് നിമിത്തം. എന്തിനാപ്പോൾ നമ്മൾ അങ്ങോട്ട് ചിന്തിക്കണം? കുംഭകർണൻ്റെ കാര്യം തന്നെ അങ്ങനെയല്ലേ ഉണ്ടായത്? നിർദ്ദേവേ ത്വേച്ഛയാ നിദ്രാം കുംഭകർണോ വൃണീതച. നിർദ്ദേവത്വത്തിന് വേണ്ടിയിട്ടാണ് പറയാനാണ് ആവശ്യപ്പെട്ടത്. ദേവന്മാര് ഇതറിഞ്ഞ് പറയുന്നതിന് മുമ്പ് തന്നെ സരസ്വതി മാതാവിനെ സമീപിച്ച് അവിടുന്ന് എങ്ങനെയെങ്കിലും അവൻ്റെ നാവിലൊന്ന് വിളയാടിയിട്ടത് അതൊന്ന് അക്ഷരം തെറ്റിപ്പിക്കണേ എന്ന് പറയുകയാണ്. അപ്പൊ സരസ്വതി മാതാവ് എന്താ പറഞ്ഞത്? അവൻ മഹാപാപിയാണ്, അശുദ്ധനാണ്, യാതൊരു വിധത്തിലുള്ള പുണ്യമില്ലാത്തവനാണ്, അവൻ്റെ നാവിൽ വിളയാടി എനിക്കും കൂടി അശുദ്ധി ബാധിക്കില്ലേ ചോദിച്ചു. അപ്പൊ എന്താ ദേവന്മാര് പറയണതറിയോ? ഈ കൈകസി കുംഭകർണനെ പ്രസവിച്ചിട്ടപ്പോ ഈ പഴുത്ത മാവിൻ്റെ ഇല നിലത്ത് കിടക്കുമ്പോൾ ആ കുട്ടിയുടെ വായിൽ ചെന്നങ്ങനെ പതിക്കേണ്ടായിട്ടുണ്ട്. അത്ര പഴുത്ത മാവിൻ്റെ ഇല കൊണ്ട് നമ്മൾ പണ്ട് പല്ല് തേക്കാൻ ഉപയോഗിക്കും. വളരെ നിർമ്മലത്വമുള്ളതാണ്, പരിശുദ്ധിയെ നൽകുന്നതാണ് മാവിൻ്റെ ഇല. അപ്പോൾ അങ്ങനെ അവൻ്റെ അറിയാതെയാണെങ്കിലും ഒന്ന് വീണതുകൊണ്ട് അവൻ്റെ വായിലെ അശുദ്ധിയൊക്കെ പോയിട്ടുണ്ട്. ദേവിക്ക് വിളയാടാന്ന് പറയാം. അങ്ങനെ വിളയാടി ദേവി എന്താവണോ? നിർദ്ദേവത്വം എന്നുള്ളത് നിദ്രേവത്വം, ഒരു രേഖം, ഒരു രകാരം അങ്ങോട്ട് തെറ്റി. അപ്പോൾ ദേവന്മാരുടെ ആധിപത്യത്തിന് പകരം എന്താ കിട്ടിയത്? ഉറക്കാണ് പരമായിട്ട് കിട്ടിയത് കുംഭകർണൻ്റെ കാര്യം. അപ്പോൾ നമ്മൾ പറയുമ്പോൾ നല്ല സ്ഫുടതയോടുകൂടി അക്ഷരം തെറ്റോടുകൂടി വായിക്കുമ്പോൾ ചെയ്യണമെന്ന് പറയുകയാണ്. ഇപ്പം ഹനുമാനെ കുറിച്ചൊക്കെ പറയണില്ലേ? നല്ല വയ്യാകരണൻ വടു നിർണയം ഇല്ലൊരു അപശബ്ദമെങ്ങുമേ വാക്കിങ്കൽ. വാക്കങ്ങോട്ട് പ്രയോഗിക്കുമ്പോൾ തന്നെ എന്താണ്? ഒരു അപശബ്ദവുമില്ലാതെ വ്യാകരണ ശുദ്ധിയോടുകൂടിയിട്ടാണ് നമ്മൾ ഉച്ചരിക്കേണ്ടതും പറയേണ്ടതുമൊക്കെ. അല്ലെങ്കിൽ ഉദ്ദേശിച്ച അർത്ഥം നേരെ വിപരീതമാകുമെന്ന് പറയുകയാണ്. അപ്പം അങ്ങനെ ആ താര തൻ്റെ ഭർത്താവ് അങ്ങോട്ട് മരിച്ചു വീണപ്പോഴും തന്നെ എന്താണ് ബാലി ശ്രീരാമനോട് പറഞ്ഞു, അങ്ങ് ഒരു അപരാധവും ചെയ്യാത്ത എന്നെ എന്തിനു വധിച്ചു? അപ്പം സാധാരണ നമ്മൾ ഈ രാമായണം വായിക്കുമ്പോൾ ചില ആളുകൾ പറയും, ആ ബാലിയെ വധിച്ചത് ശരിയായില്ല എന്നൊക്കെ അങ്ങോട്ട് പറയാറുണ്ട് സാധാരണ, ഇല്ലേ? അപ്പോൾ ശ്രീരാമൻ അതിന് ചില ഉത്തരങ്ങൾ കൊടുത്തു. അപ്പോൾ ബാലിക്ക് പിന്നെ യാതൊരു വിധത്തിലുള്ള ശങ്കയുണ്ടായില്ല. ബാലി അതൊക്കെ ഭഗവാന്റെ കാൽക്കൽ വീണ് നമസ്കരിക്കുകയാണ് ചെയ്യണത്. അങ്ങ് ഒരു വാക്ക് എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു ചെറു കുരങ്ങനെ പറഞ്ഞയച്ചാൽ മതി. എവിടേക്ക്? ലങ്കയിലേക്ക്. രാവണൻ സീതയെ കൊണ്ടുവന്ന് അങ്ങയുടെ കാൽക്കൽ വെച്ചേർന്നില്ലേ? അതൊന്നുമില്ലാതെ എന്നെ എന്തിനു വേണ്ടി വധിച്ചു എന്ന് ഒട്ടും ശരിയായില്ല അങ്ങനെ ഒളിയമ്പ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞപ്പോൾ, അപ്പം നിന്നെപ്പോലെയുള്ള ആളുകളെ വധിക്കുക എന്നത് എൻ്റെ അവതാരത്തിൻ്റെ ഉദ്ദേശം കൂടിയാണ്. അതിന് ഭഗവാൻ പറഞ്ഞു കൊടുത്തത് എന്താണ്? പുത്രി ഭഗിനി സഹോദര ഭാര്യയും പുത്രകളത്രവും മാതാവുമേതുമേ ഭേദമില്ലെന്നല്ലോ വേദവാക്യം. അതു ചേതസീ മോഹാൽ പരിഗ്രഹിക്കുന്നവൻ പാപികളിൽ വെച്ചു ഏറ്റം മഹാപാപി. ഇതാണ് അതിനുള്ള ഉത്തരം പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ മകള്, അതേപോലെ തന്നെ മകൻ്റെ ഭാര്യ, സഹോദരി, സഹോദരൻ്റെ ഭാര്യ, അമ്മ, ഇവരെ തുല്യമായിട്ടാണ് നമ്മൾ കരുതേണ്ടത്. ഇവരൊക്കെ അമ്മയ്ക്ക് തുല്യമാണ്.
മാതൃബൽ പരതാരാണി എന്നാണ് നമ്മുടെ സംസ്കാരം തന്നെ. നമ്മുടെ ഭാരതീയ സംസ്കാരം തന്നെ എന്താണ്? ആത്മവൽ സർവഭൂതാനി മാതൃബൽ പരതാരാണി ലോഷ്ടബൽ പരദ്രവ്യാണി യോ പശ്യതി സ പണ്ഡിത. എല്ലാ ജീവജാലങ്ങളെയും തന്നെ പോലെ കാണുക. മറ്റുള്ളവരെ എന്ത് വേണം? മറ്റുള്ള സ്ത്രീകളെയൊക്കെ സ്വന്തം അമ്മയെപ്പോലെ കരുതണം. വലിയ ഒരു സ്ത്രീകൾക്ക് ബഹുമാനം കൊടുത്തിരുന്ന നാടാണ് നമ്മുടെ. എത്ര നാര്യസ്തു പൂജന്തേ രമന്തേ തത്ര ദേവത എന്നാണ് പറയണത്. എവിടെ സ്ത്രീകൾ ആദരിക്കപ്പെടുന്നുവോ അവിടെ ദേവതകൾ പ്രസാദിക്കുന്നു. എവിടെ സ്ത്രീകളെ അവമാനിക്കുന്നുവോ അവിടെ എന്താണ്? എല്ലാ വിധത്തിലുള്ള അമംഗളങ്ങളും ഉണ്ടാകുന്നു. മൂലപ്രകൃതിയായിട്ടുള്ള ദേവിയുടെ അംശമാണ് ഓരോ സ്ത്രീകളും എന്ന് ദേവീഭാഗവതമൊക്കെ വായിക്കുമ്പോൾ അവിടെ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള നീയും തന്നെ ഇപ്പം സുഗ്രീവനെ ആട്ടിക്കളഞ്ഞ് ഉമയെ അല്ലേ, സുഗ്രീവൻ്റെ ഭാര്യയല്ലേ പരിഗ്രഹിച്ചിരിക്കുന്നത്. അതേപോലെ ഒരുപാട് തെറ്റ് നിനക്കുണ്ട്. അതുകൊണ്ടാണ് നിന്നെ എനിക്ക് ഭരിക്കേണ്ടത് വന്നത് എന്നാണ് പറഞ്ഞു. അപ്പോഴേക്കിതാ ബാലിക്ക് മാനസാന്തരം വരുന്നു. രാമനെ നാരായണനെന്നറിഞ്ഞുടൻ സാക്ഷാൽ ശ്രീഹരി മഹാവിഷ്ണു നാരായണനാണ് ഈ ശ്രീരാമൻ എന്ന് മനസ്സിലാക്കി, ഞാൻ അറിയാതെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവിടുന്ന് ക്ഷമിക്കണമേ എന്ന് പറയണു. ഇത് ആളുകൾ ആരും പറയില്ല. ബാലിയെ വധിച്ചത് ശരിയായില്ല എന്നേ പറയുള്ളൂ. ശ്രീരാമൻ പറഞ്ഞപ്പോൾ ബാലിക്ക് മാനസാന്തരം ഉണ്ടായി. ബാലി തന്നെ ഭഗവാനെ നമസ്കരിച്ചു. ഞാൻ അറിയാതെ പറഞ്ഞതാണ്, തെറ്റ് പറഞ്ഞതാണ് എന്ന് പറഞ്ഞത് വായിക്കില്ല, അല്ലെങ്കിൽ കേൾക്കില്ല. അതുകൊണ്ടാണ് ആ സംശയം അങ്ങനെ നമുക്ക് നിലനിൽക്കുന്നത്. എന്നിട്ടിതാ അങ്ങയുടെ കൈകൊണ്ട് മരിക്കാൻ സാധിച്ചതിൽ, അങ്ങയുടെ ബാണമേറ്റ് ജീവൻ പരിത്യജിക്കാൻ പറ്റിയതിൽ ഞാൻ മഹാഭാഗ്യശാലിയാണ് എന്ന് പറഞ്ഞ് ഭഗവാനെയും കണ്ടുകൊണ്ടാണ് ആ ബാലി ദേഹത്യാഗം ചെയ്യുന്നത്. ബാലി അങ്ങോട്ട് മരിച്ചതോടുകൂടിയിട്ടുണ്ടാകുന്നു ഈ വിവരം ബാലിയുടെ ഭാര്യയായിട്ടുള്ള താര അറിയുന്നു. ഈ താര നമുക്ക് പുരാണത്തിലെ ഭാഗവതം മഹാഭാരതമൊക്കെ വായിക്കുമ്പോൾ വേറെ ഒരു താരയെ കാണാൻ സാധിക്കും. ആ താര ആരാണ്? ദേവഗുരുവായിട്ടുള്ള ബൃഹസ്പതിയുടെ ഭാര്യ. ബുധൻ എന്നൊരു ഗ്രഹമുണ്ട്. ആ ബുധൻ ഉണ്ടായത് ബുധന്റെ അമ്മയാണ്. ചന്ദ്രദേവന് താരയിൽ ഉണ്ടായിട്ടുള്ള പുത്രനാണ് ഈ ബുധൻ എന്നുള്ള ആ ഗ്രഹം. ചന്ദ്രനും ഗ്രഹമാണ്. അപ്പം അങ്ങനെ താര ഒരേ പേരിൽ പല ആളുകളുമില്ലേ, നമ്മളിപ്പോൾ കാണണില്ലേ? അതേപോലെ തന്നെ ആ താര ഈ വിവരം അങ്ങോട്ട് അറിയണോ? താര കണ്ണുനീര് തൂകിക്കൊണ്ട് സങ്കടത്തോടുകൂടി വന്ന് ശ്രീരാമന്റെ കാൽക്കൽ അങ്ങോട്ട് വീണിട്ട് ആ ബാലിയെ കൊന്ന ബാണം കൊണ്ട് എന്നെയും വധിക്കൂ, എനിക്കിനി ജീവിക്കണമെന്ന് ആഗ്രഹമില്ല, ബാണമെയ്തെന്നെയും കൊന്നിടു നീ മമ പ്രാണനാഥന്നോ പറ പിരിഞ്ഞാലടോ. അങ്ങയ്ക്കറിയില്ലേ ഭാര്യാവിയോഗം എന്താണെന്ന്? അങ്ങിപ്പോൾ അങ്ങയുടെ ഭാര്യയെ അന്വേഷിച്ചു കൊണ്ടല്ലേ അങ്ങ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ദാ എന്നെയും കൊല്ലൂ, എനിക്കിനി ജീവിക്കണമെന്ന് ആഗ്രഹമില്ല എന്നൊക്കെ അങ്ങോട്ട് താര ഭഗവാനോട് പറയാണ്. ഈ സന്ദർഭത്തിൽ തത്വജ്ഞാനോപദേശേന കാരുണ്യേന ഭർതൃവിയോഗ ദുഃഖം കളഞ്ഞിടുവൻ താരെ, നീ ദുഃഖിക്കണ്ട. താരയ്ക്ക് ആ ഭഗവാന്റെ പരമമായിട്ടുള്ള തത്വത്തെ ഉപദേശരൂപേണ നൽകുകയാണ് ഈ ഭഗവാൻ ചെയ്യുന്നത്. എന്താണ്? വളരെ വിശേഷപ്പെട്ടതാണ് ആ ഉപദേശങ്ങളൊക്കെ. ഈ പുരാണ വേദോപനിഷത്തുക്കളുടെ കഥാസ്വരൂപേണയുള്ള ആവിഷ്കരണമാണ് പുരാണേതിഹാസങ്ങൾ. വേദത്തിലും ഉപനിഷത്തിലും ശാസ്ത്രങ്ങളിലും പറഞ്ഞ കാര്യങ്ങൾ അതേവിധം പറഞ്ഞാൽ അത് സാധാരണ ആളുകളുടെ ബുദ്ധിക്ക് മനസ്സിലാവില്ല. അപ്പോഴാണ് വ്യാസൻ, വാൽമീകി മുതലായിട്ടുള്ള നമ്മുടെ ഋഷീശ്വരന്മാരെ അതിനെ പുരാണങ്ങളും ഇതിഹാസങ്ങളുമാക്കി പരിണമിച്ചിട്ടുള്ളത്. രാമായണം, ഭാഗവതം, രാമായണവും മഹാഭാരതവും നമ്മുടെ ഇതിഹാസം, പിന്നെ മറ്റു പുരാണങ്ങളൊക്കെ ആക്കിത്തീർക്കുന്നത്. യഥാ വേദാർത്ഥം ജ്ഞാതും മാനവാഹ അശക്താഹ അഭവൻ തഥാ തദർത്ഥജ്ഞാനം ലളിതം കർത്തും വ്യാസഃ പുരാണാനി നിർമ്മമേ. അപ്പോൾ പുരാണങ്ങളുടെയൊക്കെ താല്പര്യം തത്വജ്ഞാനത്തെ കഥാരൂപേണ നമുക്ക് പ്രതിപാദിച്ചു തരികയാണ്. ഓരോ കഥകളിൽ കൂടെയും ഓരോ കഥാപാത്രങ്ങളിൽ കൂടെയും നമുക്ക് ഓരോ തത്വവും ഓരോ ഉപദേശവുമാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. എന്നിട്ട് പറയാണ്, എന്തിനോ ശോകം വൃഥാ തവ കേൾക്ക നീ ബന്ധമില്ലേതോ മിതിന്നോ മഹാമനോഹരേ
എന്തിനാണ് താരെ ഭവതി ദുഃഖിക്കുന്നത്? ദുഃഖിച്ചത് കൊണ്ട് ഒരു കാര്യവുമില്ല. നിന്നുടെ ഭർത്താവ് ദേഹമോ ജീവനോ ധന്യേ പരമാർത്ഥമെന്നോട് ചൊല്ലു നീ. നിന്റെ ഭർത്താവ് ഇപ്പം മരിച്ചു. സാധാരണ ഇപ്പം ആർക്കും എല്ലാവർക്കും തന്നെ സ്വന്തം ആളുകൾ, ഭാര്യയാവട്ടെ, ഭർത്താവട്ടെ, കുട്ടികളാവട്ടെ, അച്ഛനമ്മമാരാവട്ടെ, അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ആളുകളാവട്ടെ, മരിക്കുമ്പോൾ സങ്കടം ഉണ്ടാവും, കരയും, വിഷമിക്കും. അത് ലോക സ്വഭാവമാണ്. പക്ഷേ ആ വേണ്ട മാതിരി അതിൻ്റെ തത്വം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും അത് വിഷമിക്കുകയോ സങ്കടപ്പെടുകയോ ഇല്ല. അപ്പോൾ ആ തത്വങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത്. നിന്റെ ഭർത്താവ് എന്താണ്? ദേഹമാണോ അതോ ജീവനോ? അപ്പൊ ഈ ദേഹം എങ്ങനെയുള്ളതാണ്? വളരെ നിസ്സാരമായിട്ടുള്ളതാണ്, ജഡമാണ്, വിറകം കൊള്ളി പോലെ നശിച്ചുകൊണ്ടിരിക്കുന്നതാണ് ദേഹം. എന്നാൽ ദേഹിയോ, ആ ദേഹത്തിൽ കുടികൊള്ളുന്ന ആ ദേഹി, അതായത് ആത്മാവ്, ജീവൻ, അതിനെ സംബന്ധിച്ചിടത്തോളം അത് നിത്യമായിട്ടുള്ളതാണ്, എന്നും നിലനിൽക്കുന്നതാണ്. അതിനൊരു നാശവും ഇല്ല. നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവക ന ജൈനം ക്ലേദയിന്ത്യാവോ ന ശോഷയതി മാരുത. ഭഗവത്ഗീതയിലെ 2-ാമത്തെ അധ്യായത്തിലെ ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനനെ ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ജാതസ്യ ഹി ധ്രുവോ മൃത്യു ധ്രുവം ജന്മമൃതസ്യ ച. ജനിച്ചവർക്ക് മരണവും മരിച്ചവർക്ക് ജനനവും നിശ്ചിതമാണ്. അതിനെ അന്യതാകരിക്കാൻ ആരെക്കൊണ്ടും സാധിക്കുകയില്ല. അത് വിധിയുടെ വിധാനമാണ്. പുനരഭിജനനം, പുനരഭിമരണം, പുനരഭിജനനീ ജഡരേശയനം. ശങ്കരാചാര്യസ്വാമികൾ അതിനെക്കുറിച്ച് വളരെ വിസ്തരിച്ച് ഭജഗോവിന്ദത്തിലൊക്കെ പ്രതിപാദിക്കുന്നുണ്ട്. ചക്രം പോലെ ജനനമരണങ്ങൾ തുറന്നുകൊണ്ടിരിക്കുകയാണ്. ചിലർ പ്രായമായാൽ മരിക്കും, ചിലർ കുട്ടിയാകുമ്പോൾ മരിക്കും, ചിലർ യൗവനത്തിൽ മരിക്കും. അതുകൊണ്ട് ഈ ഓരോന്നിനെയും എടുത്തുകൊണ്ട് അങ്ങോട്ട് പ്രത്യേകം പറഞ്ഞു കൊടുക്കുകയാണ്. ഈ ശരീരം പഞ്ചഭൂതാത്മകം ദേഹമേറ്റം ജഡം സഞ്ചിതം ത്വക്മാംസാസ്തി കൊണ്ടെടോ നിശ്ചേഷ്ടകാഷ്ടതുല്യം ദേഹമോർക്ക നീ നിശ്ചയേമാത്മാവു ജീവൻ നിരാമയൻ. ദേഹത്തിൻ്റെയും ദേഹിയുടെയും വ്യത്യാസത്തെക്കുറിച്ച് പ്രത്യേകം പറഞ്ഞു കൊടുക്കുകയാണ്. എങ്ങനെയുള്ളതാണ്? പഞ്ചഭൂതാത്മകം, പ്രത്യപ്തേജോ വായു ആകാശാദികളാകുന്ന പഞ്ചഭൂതങ്ങളെ കൊണ്ടും സപ്രധാതുക്കളെ രസാസൃ മാംസമേധാസ്തി മജ്ജ ശുക്രാണി ധാതവക. രസം, ചോര, മാംസം, അസ്ഥി, ഞരമ്പ് മുതലായിട്ടുള്ള 7 ധാതുക്കളെ കൊണ്ടുമാണ് നമ്മുടെ ഈ ദേഹം ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൽ നമ്മൾ ഇത് സത്യമാണ് എന്ന് വിചാരിക്കുന്നത് വെറും ഭ്രമമാണ് എന്നതാ ഉപദേശിച്ചു കൊടുക്കണു. പഞ്ചഭൂതാത്മകം ദേഹമേറ്റം ജഡം, ഇത് ജഡമാണ്, ഏത് സമയത്തും നശിക്കുന്നതാണ്. ത്വക്മാംസരക്രാസ്തി കൊണ്ട് ഉണ്ടാക്കിയതാണ്. വിശേഷ്ട കാഷ്ടതുല്യം, കാഷ്ടം എന്ന് വെച്ചാൽ വിറകും കൊള്ളി എന്നർത്ഥം, ജഡമായിട്ടുള്ളതാണ്. അതാണ് ഈ ദേഹം എന്നത്. ഇനിയോ ഈ ദേഹി എന്നുള്ളതോ ജീവൻ എന്നുള്ളത് എങ്ങനെയാണ്? നിശ്ചലമാത്മാവു ജീവൻ നിരാമയൻ. അതിലുള്ള ജീവൻ, ആത്മാവ്, ദേഹി എന്നുള്ളതുണ്ടല്ലോ, അതാണ് നിത്യമായിട്ടുള്ളത്, അതാണ് ശാശ്വതമായിട്ടുള്ളത്. അതിന് ജനനമില്ല, മരണമില്ല. ന ജായതേ മ്രിയതേ വാ ഭൂയോ. ഗീതയിൽ വളരെ വ്യക്തമായിട്ട് ആ കാര്യങ്ങൾ അർജുനൻ വീണ്ടും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ന ജായതേ മ്രിയതേ എന്നുള്ള ആ ശ്ലോകത്തിൽ കൂടി അജോ നിത്യശാശ്വതോയം പുരാണോ ന ഹന്യതേ ഹന്യമാന ശരീരേ. ഇതിനെ ആർക്കും കൊല്ലാൻ പറ്റില്ല, ഇത് കൊല്ലപ്പെടുന്നില്ല. ഇത് എപ്രകാരമാണെങ്കിൽ ഈ പഴയ വസ്ത്രങ്ങൾ എപ്രകാരമാണോ നമ്മൾ ഉപേക്ഷിച്ച് പുതിയ വസ്ത്രങ്ങൾ ധരിക്കുന്നത്, അതേപോലെയാണ് ഈ ദേഹം. ഒരു ദേഹത്തിൽ നിന്നും ദേഹി ഒരു ദേഹത്തിൽ നിന്നും മാറി മറ്റു ദേഹത്തിലേക്ക് പ്രവേശിക്കുന്നത്. വാസാംസി ജീർണാനി യഥാ വിഹായ നവാനി ഗൃഹ്ണാതി നരോപരാണി തഥാ ശരീരാണി വിഹായ ജീർണാന്യാനി സംയാതി നവാനി ദേഹി. ഭഗവത്ഗീതയിലെ വ്യക്തമായിട്ട് ഭഗവാൻ ഇതും തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇല്ലാ ജനനം മരണവുമില്ലകൾ അല്ലലുണ്ടായികതോ നിനച്ചേതുമേ. ഈ ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം ജനനമില്ല, അതിനെ സംബന്ധിച്ചിടത്തോളം മരണമില്ല, ഒരു ദുഃഖവും അതുകൊണ്ട് ഉണ്ടാവുകയില്ല. നിൽക്കുകയുമില്ല, നടക്കുകയുമില്ലേറ്റം ദുഃഖ വിഷയവുമല്ലതോ കേവലം
ഇത് നിൽക്കുകയും ചെയ്യില്ല, നടക്കുകയും ചെയ്യില്ല, ഇരിക്കുകയും ചെയ്യില്ല. ദുഃഖിക്കാനുള്ള ദുഃഖവും അതിനെ സംബന്ധിച്ചിടത്തോളം വരുന്നില്ല, സുഖവും വരുന്നില്ല. പിന്നെന്താണ്? സ്ത്രീ പുരുഷ ക്ലീബഭേദങ്ങളുമില്ല, താപശീതാദിയുമില്ലെന്നറിയുക നീ. അതിന് ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ പുരുഷൻ മൃഗം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള യാതൊരു ഭേദങ്ങളും അതിനില്ല. അത് സച്ചിദാനന്ദ സ്വരൂപനാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് എന്താ വെച്ചാൽ, നിങ്ങൾ ഭാഗവതമൊക്കെ സപ്താഹമൊക്കെ കേൾക്കുമ്പോൾ ചിത്രകേതു എന്നു പേരായിട്ടുള്ള ഒരു രാജാവിൻ്റെ കഥ പറയുന്നുണ്ട്. കേട്ടിട്ടുണ്ടോയെന്നറിയില്ല. ശൂരസേന രാജ്യത്തിലെ രാജാവാണ് ചിത്രകേതു. അദ്ദേഹത്തിന് അനവധി ഭാര്യമാരാണ്. അനവധി ഭാര്യമാരുണ്ടെങ്കിലും കുട്ടികളില്ലാതെ വിഷമിക്കുകയാണ്. പല സൽക്കർമ്മങ്ങളും പല ദാനധർമ്മങ്ങളും യാഗങ്ങളും യജ്ഞങ്ങളും തീർത്ഥസ്നാനം ക്ഷേത്രോപവാസമൊക്കെ ചെയ്തു നോക്കി. പക്ഷെ ഒന്നുകൊണ്ടും അദ്ദേഹത്തിന് സന്താനം ഉണ്ടാവണില്ല. അങ്ങനെ ദുഃഖിതനായി കഴിയുമ്പോഴാണ് ഒരു ദിവസം അങ്കിരസ് എന്നു പേരായിട്ടുള്ള മഹർഷി അദ്ദേഹത്തിൻ്റെ രാജധാനിയിലേക്ക് എഴുന്നള്ളുന്നു. അദ്ദേഹത്തെ സ്വീകരിക്കണു. രാജാവ് അദ്ദേഹത്തെ കണ്ടപ്പോൾ തന്നെ അങ്ങയുടെ മുഖത്ത് എന്തോ ഒരു ദുഃഖം നിഴലിക്കുന്നുണ്ടല്ലോ, ഒരു വിഷമമുണ്ടല്ലോ, എന്താച്ചാ പറയൂ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് സന്താനമില്ല, എൻ്റെ കാലശേഷം രാജ്യം ഭരിക്കാൻ ആളില്ല, എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നറിയാതെ വിഷമിക്കുകയാണ്. അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് എനിക്ക് സന്താനപ്രാപ്തി ഉണ്ടാവണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ രാജാവിൻ്റെ പേരിൽ ആ മഹർഷിക്ക് കരുണ തോന്നുന്നു. ആ മഹർഷി രാജാവിനെ കൊണ്ട് ഒരു യജ്ഞം ചെയ്യിപ്പിക്കുന്നു. ആ യജ്ഞത്തിൻ്റെ അവശിഷ്ടമായിട്ടുള്ള ഹവിസ് രാജാവിൻ്റെ കയ്യിൽ കൊടുത്തു. അങ്ങയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒരു ഭാര്യയ്ക്ക് ഭക്ഷിക്കാൻ കൊടുത്തു. ഒരു പുത്രനുണ്ടാകും എന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ടാവുന്നു. കൃതദ്യുതി എന്നാണ് പ്രഥമ ഭാര്യ. അവരാണ് പട്ടമഹിഷി. രാജാനാ ബഹുവല്ലഭാശ്രയന്ത എന്നാണ് പറയുക. രാജാക്കന്മാർക്ക് അനവധി ഭാര്യമാരുണ്ടാവാമെന്നാണ് ശാസ്ത്രത്തിൽ പറയണത്. അപ്പം അതിൽ ഈ കൃതദ്യുതിക്ക് അത് കൊടുക്കുന്നു. കൃതദ്യുതി ആ പായസം കഴിച്ച് ഗർഭിണിയായിത്തീരുന്നു. അങ്ങനെ ആ ഗർഭലക്ഷണങ്ങളൊക്കെ പൂർണ്ണമായി വരുന്നു. പ്രസവിക്കുന്നു. സുമുഖനായിട്ടുള്ള ഒരു ആൺകുട്ടിയെ. രാജാവിന് വളരെയധികം സന്തോഷം. രാജധാനിയിലും സന്തോഷം അലതല്ലിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഇനിയിപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഈ രാജാവ് ഈ കുട്ടിയുടെ ഓമന മുഖവും ദർശിച്ചുകൊണ്ട് ഈ ഭാര്യയുടെ അന്തഃപുരത്തിൽ നിന്ന് പുറത്തിറങ്ങണേ ഇല്ല. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ മറ്റു ഭാര്യമാർക്കൊക്കെ അത് വലിയ വിഷമാവുകയാണ്. ഇപ്പോൾ എപ്പോഴും ഞങ്ങളുടെ കാര്യമൊന്നും അദ്ദേഹം നോക്കണില്ല, ഞങ്ങളുടെ അടുത്തേക്ക് വരണില്ല. എന്താ അപ്പം അതിന് കാരണമായിട്ടുള്ളത്? പുതിയ ഒരു കുട്ടി ജനിച്ചതാണ്. അപ്പം ആ കുട്ടിയാണല്ലോ ഇതിന് കാരണം. നമുക്ക് ഒരു കാര്യം ചെയ്യുക, ആ കുട്ടിയെ കൂടി ഇല്ലാതെ ആക്കുക. ആ കുട്ടിയെ പരിചരിക്കുന്ന ദാസിയെ വിളിച്ചു വരുത്തി അവളോട് ചട്ടം കെട്ടി, നിനക്ക് ഞങ്ങൾ എന്തു വേണമെങ്കിൽ പാരിതോഷികം സമ്മാനങ്ങൾ തരാം, ഈ ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞു തരണം. ഭക്ഷണത്തിൽ വിഷം ചേർത്ത് ആ കുട്ടിക്ക് കൊടുക്കണം, ആരും അറിയരുത്. അങ്ങനെ തന്നെ വിഷം കലർന്ന ഭക്ഷണം കുട്ടിക്ക് കൊടുത്തു. കുട്ടി അത് ഭക്ഷിക്കുന്നു. ആ കുട്ടി തൽക്ഷണം മൃത്യു പ്രാപിക്കുന്നു, മരണമടഞ്ഞു. രാജാവ് ഈ കുട്ടിയുടെ ദേഹവിയോഗം രാജാവിന് സഹിക്കാൻ പറ്റില്ല. രാജാവ് മാറത്തടിച്ച് നിലവിളിക്കാൻ തുടങ്ങി. അനവധി നേരം ഒരു നിമിഷം നിലത്തുരുളാൻ തുടങ്ങി. ഇങ്ങനെ നിലവിളിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതാ അങ്കിരസ് മഹർഷിയും നാരദ മഹർഷിയും കൂടി അവിടേക്ക് അങ്ങോട്ട് എഴുന്നള്ളുന്നു. അവരെ വേണ്ട പോലെ പൂജിച്ചു. എൻ്റെ കുട്ടി മരിച്ചു പോയിരിക്കണോ, കുട്ടിയെ കൂടാതെ എനിക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല എന്നൊക്കെ അങ്ങോട്ട് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു കൊടുത്തു. നാരദ മഹർഷിയും അങ്കിരസ് മഹർഷിയും കൂടി പറയണോ, ഈ മരിച്ചവർക്കൊക്കെ ജനനവും ജനിച്ചവർക്ക് മരണവും നിശ്ചിതമാണ്. അത് ചിലപ്പോൾ പ്രായമായിട്ട് ചിലപ്പോൾ കുറഞ്ഞ വയസ്സിൽ ഒക്കെ മരിച്ചു എന്ന് വരും. അതിനെപ്പറ്റി ദുഃഖിക്കേണ്ട. പക്ഷേ ഈ ദുഃഖം കേട്ടിട്ടൊന്നും അദ്ദേഹം സമാധാനിക്കണില്ല. അപ്പോൾ ആ മരിച്ചു പോയിട്ടുള്ള കുട്ടിയുടെ ജീവനെ അവരുടെ തപശക്തി കൊണ്ട് ആവഹിച്ച് ആ അന്തരീക്ഷത്തിൽ കൊണ്ടുവന്ന് നിർത്തുകയാണ്. ആ ജീവൻ ഈ രാജാവിനോട് അങ്ങോട്ട് സംസാരിക്കാൻ തുടങ്ങി. ഞാൻ അനിർത ജഡദുഃഖ സ്വരൂപമായിട്ടുള്ള ദേഹമല്ല, ബുദ്ധിയല്ല, ഇന്ദ്രിയങ്ങളല്ല, സച്ചിദാനന്ദ സ്വരൂപനായിട്ടുള്ള ആത്മാവാണ് ഞാൻ. എന്നെ സംബന്ധിച്ചിടത്തോളം ജനനമില്ല, ദുഃഖമില്ല, മരണമില്ല, എന്നെന്നും നിലനിൽക്കുന്നവനാണ് ഞാൻ. അനവധി ആളുകളുടെ, അതാണ് ഇവിടെ പറഞ്ഞത്,
എന്താ പറഞ്ഞത്? ഇല്ലാജനനവും സ്ത്രീ പുരുഷ ക്ലീബഭേദങ്ങളുമില്ല. ഞാൻ അനവധി ആളുകളുടെ അച്ഛനായിട്ടുണ്ട്, അമ്മയായിട്ടുണ്ട്, സഹോദരിയായിട്ടുണ്ട്, ഭാര്യയായിട്ടുണ്ട്. ഞാൻ സ്ത്രീയായി ജനിച്ചിട്ടുണ്ട്, നപുംസകമായി ജനിച്ചിട്ടുണ്ട്, പുരുഷനായി ജനിച്ചിട്ടുണ്ട്. എന്നാൽ ഞാൻ ഇതൊന്നുമല്ല. ഞാൻ സച്ചിദാനന്ദ സ്വരൂപനായിട്ടുള്ള ആത്മാവാണ്. ജീവനെ സംബന്ധിച്ചിടത്തോളം എന്തുമില്ല, ശീതമില്ല, തണുപ്പില്ല, ചൂടില്ല, യാതൊരു വിധത്തിലുള്ള കാലാവസ്ഥാഭേദങ്ങളും ആ ജീവനെ സംബന്ധിച്ചിടത്തോളം ബാധകമല്ല എന്നൊക്കെ ആ ജീവൻ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതങ്ങോട്ട് കേട്ടില്ലേ, രാജാവിന് സമാധാനമാകുന്നു. പിന്നീട് ആ രാജാവിന് മന്ത്രവിദ്യ ഉപദേശിച്ച് കൊടുക്കണോ, അദ്ദേഹം വിദ്യാധരനാകുന്നതും സിദ്ധനായിത്തീരുന്നതുമൊക്കെയാണ് പിന്നീടുള്ള കഥകൾ. അതേപോലെ ഈ ജീവനും തന്നെ താപാശീതാദിയുമില്ലെന്നറിക നീ സർവകൻ ജീവനേകൻ പരേനദ്വയൻ അവ്യയേനാകാശതുല്യേന ലേപകൻ ശുദ്ധനായി നിത്യമായി ജ്ഞാനാത്മകമായ തത്വമോർത്തെന്തു ദുഃഖത്തിനു കാരണം. ഇങ്ങനെ ദുഃഖിക്കാൻ അവകാശമില്ലാത്ത കാര്യത്തെ ഓർത്തുകൊണ്ടാണ് അങ്ങ് ദുഃഖിക്കുന്നത്. സമാധാനപ്രിയയായിരിക്കൂ, ദേഹം വളരെ നിസ്സാരമായിട്ടുള്ളതാണ് എന്നൊക്കെ വീണ്ടും വീണ്ടും പറഞ്ഞു കൊടുക്കുകയാണ്. ആ ദേഹത്തിൻ്റെ നിസ്സാരതയെക്കുറിച്ച് പൂരൂരവസ് എന്നു പേരായിട്ടുള്ള ഒരു രാജാവുണ്ടായിരുന്നു ചന്ദ്രവംശത്തിൽ പണ്ട്. ഈ പൂരൂരവസിന്റെ ഗുണഗണങ്ങൾ കേട്ട് സ്വർഗലോകത്തിലെ അപ്സരസായിട്ടുള്ള ഉർവശി പോലും കേട്ട് രാജാവിൽ ഭ്രമിക്കുകയാണ്. ഒരു തവണ എവിടെയോ അവർ വെച്ച് കണ്ടപ്പോൾ ആ ഉർവശി രാജാവിനോട് പറയണു, അങ്ങയുടെ ഗുണഗണങ്ങൾ കേട്ട് അങ്ങയിൽ എനിക്ക് മോഹം ജനിച്ചിരിക്കുന്നു, അങ്ങ് എന്നെ വിവാഹം കഴിക്കണമെന്ന്. അങ്ങനെ അവർ വിവാഹം കഴിക്കണു. ഉർവശിയെ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നു രാജാവ്. അങ്ങനെ കുറേ കാലം അങ്ങോട്ട് കഴിഞ്ഞുകൂടുമ്പോഴേക്ക് ഉർവശിയുടെ അഭാവം അവിടെ ഉണ്ടാകുന്നു. ഉർവശി സ്വർഗലോകത്തിലേക്ക് തിരിച്ചു പോകണു. പക്ഷെ ഉർവശിയുടെ വേർപാട് രാജാവിന് സഹിക്കാൻ സാധിക്കുന്നില്ല. രാജാവ് വളരെയധികം ഉർവശിയുടെ ആ വേർപാടുകൾ ദുഃഖിക്കുകയാണ്. അവസാനം രാജാവിന് മാനസാന്തരം വന്ന് ആ ദേഹത്തിലുള്ള ആ വിശ്വാസം അങ്ങോട്ട് നഷ്ടപ്പെട്ട് ഞാൻ എൻ്റെ ജീവിതത്തിലെ അധികം ഭാഗവും ആ ഉർവശിയുടെ പിന്നാലെ പോയി കഴിഞ്ഞല്ലോ, എൻ്റെ ജീവിതം വ്യർത്ഥമായിരിക്കണോ, എങ്ങനെയുള്ളതാണ് ദേഹം? ഈ മാംസം, രക്തം, മലം, മൂത്രമൊക്കെ നിറഞ്ഞിട്ടുള്ള തോലുകൊണ്ട് പൊതിഞ്ഞിട്ടുള്ള ഒരു സഞ്ചിയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ദേഹം. അതിൽ നിന്ന് സുഖം കിട്ടുമെന്നോ അല്ലെങ്കിൽ അതുകൊണ്ട് മറ്റുള്ള ആളെ സൂചിപ്പിക്കാമെന്നോ കരുതുന്നത് എത്ര വ്യാമോഹമാണ് എന്നുള്ള ചിന്താഗതിയിലേക്ക് രാജാവ് എത്തിച്ചേരുന്നു. അങ്ങനെ രാജാവ് പാടിയിട്ടുള്ള പാട്ടിനെയാണ് ഐളഗീത എന്ന പേരിൽ ഭാഗവതത്തിൽ അറിയപ്പെടുന്നത്. 11ാമത്തെ സ്കന്ധത്തിൽ ഭഗവാൻ ഉദ്ധവർക്ക് അത് വളരെ വിസ്തരിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ആ വാക്കാണ് കേട്ടപ്പോൾ, അപ്പം ശരീരമാണ് ഞാനെന്ന തോന്നലാണ് അജ്ഞാനം. അതേപോലെ തന്നെ ആത്മാവെന്ന തോന്നലാണ് എന്ന ബോധമാണ് ജ്ഞാനം. നമ്മൾ ഓരോരുത്തരും ശങ്കരാചാര്യസ്വാമികളെ പോലെ അല്ലെങ്കിൽ ശ്രീരാമകൃഷ്ണ പരമഹംസരെ പോലെ വിവേകാനന്ദനെ പോലെ ജ്ഞാനസ്വരൂപികളാണ്. പക്ഷേ നമുക്കെന്താ ജ്ഞാനം പ്രകാശിക്കാത്തത്? അജ്ഞാനേനാവൃതം ജ്ഞാനം തേന മുഖ്യന്തി ജന്തവഹ. അജ്ഞാനം വന്ന് നമ്മുടെ ആ ജ്ഞാനം മറയപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മളൊക്കെ മോഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്താണ്, എങ്ങനെയാണ് അജ്ഞാനം നശിക്കുക? ജ്ഞാനം കൊണ്ട് മാത്രമേ അജ്ഞാനത്തെ നശിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ആ പരമമായിട്ടുള്ള ജ്ഞാനം അങ്ങോട്ട് ഉദിച്ചിട്ടുണ്ടെങ്കിലോ എല്ലാ ദുഃഖങ്ങളും എന്നേക്കുമായിട്ട് അങ്ങോട്ട് അസ്തമിക്കും, ഇല്ലാതാവും. അപ്പോൾ ശ്രീരാമചന്ദ്രസ്വാമി ചുരുങ്ങിയ വാക്കില് ഇത്രയും കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞപ്പോൾ ആ താരയുടെ മനസ്സിലുള്ള ദുഃഖമൊക്കെ അങ്ങോട്ട് പോകുന്നു. എന്നിട്ട് വീണ്ടും താര ഭഗവാനെ നമസ്കരിച്ചുകൊണ്ട് പറയാണ്, എനിക്ക് തത്വോപദേശം ചെയ്ത് എന്നെ മുക്തിമാർഗത്തിലേക്ക് എത്തിക്കണം എന്നങ്ങോട്ട് പറയുകയാണ്. അതാണ് അപ്പൊ ഇനി പറയും, രാമവാക്യാമൃതം കേട്ടോരു താരയും രാമനോടാശു ചോദിച്ചതു. പിന്നെയും കുറച്ചു കാര്യങ്ങളെയാണ് അപ്പൊ ശ്രീരാമൻ താരയ്ക്ക് ഉപദേശിച്ചുള്ളൂ. അത് കേട്ടപ്പോൾ തന്നെ താരയ്ക്ക് ദുഃഖവും പോയി, വിഷമമില്ലാതായി. എന്നിട്ട് എനിക്കിനി അവിടുന്ന് കൂടുതൽ തത്വോപദേശം ചെയ്ത് എനിക്ക് പറഞ്ഞു തരണം എന്നങ്ങോട്ട് ആവശ്യപ്പെട്ടപ്പോഴാണ് ഇനി
വീണ്ടും ഉപദേശങ്ങൾ തുടങ്ങുന്നത് നിശ്ചേഷ്ടകാഷ്ടതുല്യം ദേഹമായതും സച്ചിദാത്മാനിത്യനായതോ ജീവനും. ഈ മരം പോലെ ജഡമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ദേഹം. ജീവൻ ജ്ഞാനസ്വരൂപനാണ്. സുഖവും ദുഃഖവുമൊക്കെ ജീവനാണോ? ദേഹത്തിൽ താരയുടെ ചോദ്യമാണ്. ഈ നമ്മളിപ്പോൾ സുഖം അനുഭവിക്കണോ ദുഃഖം അനുഭവിക്കണോ? ഇങ്ങനെ സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നത് ഇപ്പം ജീവനാണോ അനുഭവിക്കുന്നത് അതോ ദേഹമാണോ എന്നാണ് താരയുടെ ചോദ്യം. അപ്പോൾ ഇത് കേട്ടപ്പോൾ എന്താണ് ഭഗവാൻ പറയുന്നത്? ധന്യേ രഹസ്യമായുള്ളതോ കേൾക്ക നീയെ, നിനക്ക് ഇതിൻ്റെ ഇത്രയും ഗൗരവമായിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, ഇത് വളരെ രഹസ്യമാണ്. നിന്റെ ആ ഭക്തിയും ശ്രദ്ധയും ഇത് മനസ്സിലാക്കണമെന്നുള്ള ആ മനോവിശ്വാസവും കാരണമാണ് ഞാൻ നിനക്കത് ഉപദേശിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് യാതൊരളവു ദേഹേന്ദ്രിയാഹങ്കാര ഭേദഭാവേന സംബന്ധമുണ്ടായി വരും. വിവേകമില്ലാത്തവന്, അതായത് ജ്ഞാനമില്ലാത്തവന് ശരീരം, ഇന്ദ്രിയം എന്തൊക്കെയാണ്? ഇവയാൽ അതിൽ അഹങ്കരിച്ചുകൊണ്ട് ദേഹം ഞാനാണ്, ഇന്ദ്രിയങ്ങൾ ഞാനാണ്, മനസ്സ് ഞാനാണ് എന്നൊക്കെ അങ്ങോട്ട് അഹങ്കരിച്ചുകൊണ്ട് നിൽക്കുന്നതിനെയാണ് അഹങ്കാരം എന്ന് പറയുന്നത്. അഹങ്കാരം ആണ് എല്ലാ ബന്ധനത്തിനും ഹേതുവായിട്ടുള്ളത്. ആ അഹങ്കാര ശാപത്തിൽ കൂടെ മുന്നോട്ട് പോയാൽ ആപത്താണ് ബലം. ഇവിടെ കർത്താവും ഭോക്താവുമായി ഈശ്വരൻ മാത്രമേ ഉള്ളൂ. ഈശ്വര സ്വരൂപമാണ് ഈ ജഗത്ത്. സത്യധർമ്മങ്ങളെ കൊണ്ട് ഈശ്വര സ്വരൂപമായിട്ടുള്ള ജഗത്തിനെ ആരാധിക്കൂ എന്നാണതാ ഈ പുരാണങ്ങളും ഇതിഹാസങ്ങളും രാമായണവും ഒക്കെ നമ്മളോട് ആവശ്യപ്പെടുന്നത്. പിന്നീട് വീണ്ടും പറയാണ്, ഓർക്കിൽ മിഥ്യാബോധമായ സംസാരവും പാർക്ക താനേ വിനിവർത്തിക്കയില്ലടോ. അതുകൊണ്ട് എന്താണ് വേണ്ടത്? ഈ സംസാരം എന്ന് പറഞ്ഞതുണ്ടല്ലോ, സംസാരം എന്ന് വെച്ചാൽ വർത്തമാനം പറയുക എന്നല്ല. തമിഴിൽ ഭാര്യ എന്നർത്ഥമുണ്ട് സംസാരത്തിന്. മലയാളത്തിൽ പറയുമ്പോൾ വർത്തമാനം പറയാന്ന് പറയും. ജനിക്കുക, മരിക്കുക, ഭാര്യ, പുത്രൻ, ഗൃഹം, കുടുംബം, ഇതിൽപ്പെട്ട അങ്ങനെ ഒഴുകുന്ന സ്ഥിതിവിശേഷത്തിനാണ് സംസാര ദുഃഖം അനുഭവിക്കുക, സംസാര സമുദ്രത്തിൽ മുങ്ങി നീന്തുക, മുങ്ങിപ്പൊങ്ങുക എന്ന് പറയുന്നത്. അത് എങ്ങനെ ഇല്ലാതാക്കാൻ സാധിക്കുക ഈ സംസാരത്തിനെ? അതിൽ നിന്ന് കരകയറാൻ വളരെ വിഷമാണ്. നമ്മൾ ഓരോരുത്തരും ജനനമരണ സ്വരൂപമായിട്ടുള്ള സംസാരത്തിൽപ്പെട്ട് അതിൽ നിന്ന് കരകയറാൻ പറ്റാതെ വിഷമിക്കുകയാണ്. കരകയറാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. എന്താണ് ആ മാർഗം? ഈശ്വരനെ ആശ്രയിക്കുക. എങ്ങനെയാണ് ഈശ്വരനെ ആശ്രയിക്കേണ്ടത്? ഈശ്വരനിൽ ഭക്തിയെ വളർത്തുക. ആ ഭക്തി എങ്ങനെയാണ് ഉണ്ടാകുക? ഭഗവാന്റെ തിരുനാമങ്ങൾ ഹരേ നാരായണ കൃഷ്ണ രാമ ഗോവിന്ദ എന്ന് ഉറക്കെ ജപിക്കുക, ഭഗവാന്റെ കഥകൾ കേൾക്കുക, ഭഗവാന്റെ മാഹാത്മ്യങ്ങൾ കീർത്തിക്കുക, ഇതേപോലെയുള്ള സത്സംഗങ്ങളിലും മറ്റും പങ്കെടുക്കുക. ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഭഗവാനിൽ ഭക്തി ഉണ്ടാവും. ഭക്തി അങ്ങോട്ട് ഉണ്ടായാലോ ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനമുണ്ടാവും. ഈ ഭഗവാൻ സർവാത്മാവായി സർവചരാചരങ്ങളിലും വിളങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള അറിവാണ് തത്വജ്ഞാനം. അതങ്ങോട്ട് ഉണ്ടായാലോ വിദ്യതേ ഹൃദയഗ്രന്ഥി, നമ്മുടെ ഹൃദയഗ്രന്ഥികൾ മുഴുവൻ തന്നെ പൊട്ടിപ്പോകും. ഹൃദയഗ്രന്ഥി എന്ന് വെച്ചാലോ ഞാനെന്ന തോന്നല്, എൻ്റേതെന്ന തോന്നല്, കാമക്രോധങ്ങള്, ലോഭമോഹങ്ങള് ഇതൊക്കെ നശിച്ച് ഇല്ലാതായിത്തീരും. ചിദ്യന്തേ സർവസംശയ, മനസ്സിലുള്ള എല്ലാ സംശയങ്ങളും ഇല്ലാതാകും. ക്ഷീയന്തേ ചാസ്യ കർമാണി, അവൻ്റെ കർമ്മങ്ങളും കർമ്മവാസനകളും മനോമാലിന്യങ്ങളും കലിദോഷങ്ങളും അതിൽ ഇല്ലാതായിത്തീരും. അതിനെന്താ നമ്മൾ ചെയ്യേണ്ടത്? ഇതൊക്കെ ഇതാ ഓർക്കിൽ മിഥ്യാബോധമായ സംസാരവും പാർക്ക. ഈ സംസാരം മിഥ്യാബോധമാണ് എന്ന് നമുക്ക് അറിയണമെങ്കിൽ എന്തിലേക്ക് എത്തിച്ചേരണം? ആ പരമമായിട്ടുള്ള ജ്ഞാനത്തിലേക്ക് നമ്മൾ എത്തിച്ചേരണം എന്നാണ് പറയുകയാണ്. അനിത്യമസുഖം ലോകം എന്നാണ് ഇമം പ്രാപ്യ ഭജസ്വമാം. ഭഗവത്ഗീതയിലും അർജുനന് ഭഗവാൻ ഇതിനെക്കുറിച്ച് പരാമർശിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ കാണുന്നത് ഒന്നും തന്നെ സത്യം. ബന്ധുക്കളുണ്ട്, ധനമുണ്ട്, കുടുംബമെന്നും ചിന്തിക്കൽ ജന്മമതുനാ കഴിയുന്നു ലോകം. ഈ കണ്ടതൊന്നും ഒരു ശാശ്വതമല്ല ഹൃത്തേ. ഭക്തിയാ ഭജിക്ക പുരുഷോത്തമ പാദപത്മം എന്ന് മഹാത്മാക്കളായിട്ടുള്ള ആളുകൾ പറഞ്ഞത് വളരെ അന്വർത്ഥമാണ് എന്നുകൂടി നമ്മളിവിടെ ഓർക്കേണ്ടതുണ്ട്. അപ്പം നമ്മൾ
ഈ സ്വപ്നം പോലെയാണ് നമ്മുടെ ഈ ജീവിതവും ജീവിതത്തിലെ അനുഭവങ്ങളെന്ന് പറയുകയാണ്. സ്വപ്നത്തിൽ ഇപ്പം എന്താ അനുഭവം ഉണ്ടാവുക? പല അനുഭവങ്ങളുണ്ടാവും. കാരണം ആന കുത്താൻ വരുന്നുണ്ട്, പാമ്പ് കടിക്കാൻ വരുന്നുണ്ട്, ഭയപ്പെടും, സുഖിക്കും. ഇതൊക്കെ സ്വപ്നത്തിൽ കഴിയും. അപ്പം തോന്നും എന്ത്, ഇതൊക്കെ സത്യമായിട്ടുള്ളതാണ്. ഉണർന്നു നോക്കുമ്പോഴാണ് തോന്നുക എന്താണ്, ഇതൊക്കെ വെറും സ്വപ്നമാണ് ഞാൻ കണ്ടത് എന്നുള്ള അനുഭൂതിയിലേക്ക് എത്തിച്ചേരുക. അപ്പം എന്താണ്, അതുപോലെ ആത്മാവിൽ ഇല്ലാത്തത്, ആത്മാവിൽ നമ്മൾ എന്താണ് കയറിൽ പാമ്പെന്ന പോലെ ആരോപിക്കുകയാണ് അതൊക്കെ ചെയ്യുന്നത്. ഇതൊന്നും ആത്മാവല്ല അറിയപ്പെടുന്നത്, ദേഹമാണ് അറിയപ്പെടുന്നത് എന്നാണ് പറയുകയാണ്. അപ്പം അവിദ്യ നിലനിൽക്കുന്നിടത്തോളം കാലം ഈ സംസാരം നമുക്ക് സത്യമായിട്ട് തോന്നും. അവിദ്യ എന്ന് വെച്ചാൽ അജ്ഞാനം. അജ്ഞാനം എത്രത്തോളം കാലം നമ്മളിൽ പ്രബലമായിട്ട് നിൽക്കുന്നുവോ അത്രയും കാലം ഈ സംസാരം, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മളിൽ നിലനിൽക്കും. അതങ്ങോട്ട് ഇല്ലാതായിക്കൊണ്ടിരുന്നെങ്കിലോ നമുക്ക് ആ സത്യബുദ്ധി, ശരിക്കുള്ള ജ്ഞാനം ഉദിക്കുമ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്നേക്കും തന്നെ മോചനമുണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് വിശേഷമായിട്ടുള്ള ആ ഭഗവത് തത്വങ്ങളും ഭഗവാന്റെ ജ്ഞാനവും നമുക്ക് ഉണ്ടായിത്തീരും. അപ്പൊ എന്താണ് മാനസം സംസാരകാരണമായതും മാനസത്തിനോ ബന്ധം ഭവിക്കുന്നതും? മനസ്സാണ് നമ്മുടെ സംസാരത്തിന് കാരണം. നമ്മുടെ എല്ലാ ദുഃഖങ്ങൾക്കും കാരണമായിട്ടുള്ളത് എന്താണ്? മനസ്സാണ്. മനസ്സിൽ ദുഃഖാണെന്ന് തോന്നിയാൽ ദുഃഖം, സുഖാണെന്ന് തോന്നിയാലോ സുഖം. മനപ്പരം കാരണമാവനെന്തി ഭാഗവതത്തിലെ ഭിക്ഷുഗീത എന്നൊരു പ്രകരണമുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവോ എന്ന് അറിയില്ല. എന്താ വെച്ചാൽ ഒരു ബ്രാഹ്മണനുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിത ലക്ഷ്യം എന്താണ്? പണം സമ്പാദിക്കണം. പലിശയ്ക്ക് പണം കൊടുക്കുക, കടം കൊടുക്കുക, അതേപോലെ തന്നെ കൃഷി ചെയ്യുക, കച്ചവടം ചെയ്യുക. അങ്ങനെ ഒരുപാട് സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ട്. സ്വത്ത് ഇങ്ങനെ സമ്പാദിച്ച് നിധി കാക്കുന്ന ഭൂതം പോലെ അദ്ദേഹം കഴിയണത്. അതിന് വേണ്ട പോലെ ഭാര്യയ്ക്കും കുട്ടികൾക്കും ചെലവിന് പോലും കൊടുക്കില്ല. ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ വരുന്ന കണ്ടാൽ പണം കടം ചോദിക്കാനോണോ ഉദ്ദേശിച്ചിട്ട് വാതിൽ കുട്ടിയടച്ച് അദ്ദേഹം ഉള്ളിലേക്ക് പോകും. ആരോടും ഒരു ബന്ധമില്ല. നമുക്ക് അവകാശപ്പെട്ട സ്വത്തുണ്ടല്ലോ, നമുക്ക് മാത്രമല്ല അതിൻ്റെ അവകാശം, വേറൊരു 5 പേര് കൂടിയുണ്ട്. ദേവന്മാര്, പിതൃക്കള്, ഋഷികള്, ഭൂതങ്ങള്, അതിഥികള്. അപ്പൊ ഇത് നമ്മൾ 5 പേര് ഇവരെ തൃപ്തിപ്പെടുത്തുന്നതിന് പഞ്ചയജ്ഞം ചെയ്യുക എന്നാണ് പറയുക. ഹോമം, തർപ്പണം, അതേപോലെ തന്നെ സ്വാധ്യായം മുതലായവ കൊണ്ടൊക്കെ ഇവയെ തൃപ്തിപ്പെടുത്തണം. ഇല്ലെങ്കിൽ ഈ പഞ്ചയജ്ഞ ദേവതകളുടെ കോപമുണ്ടാകും. ഇങ്ങനെ അധർമ്മമായി പണം സമ്പാദിച്ചു കൂട്ടി എന്നല്ലാതെ ഒരു ധർമ്മകാര്യങ്ങൾക്ക് വേണ്ടി ഒരു പണവും ചെലവഴിക്കാതെ കഴിഞ്ഞതിൻ്റെ ഫലമായിട്ട് ഈ പഞ്ചയജ്ഞ ദേവതകളുടെയൊക്കെ കോപമുണ്ടാകുന്നു. അവരെന്ത് ചെയ്യണോ? അപ്പോഴേക്ക് കുറേ സമ്പാദിച്ച സ്വത്തൊക്കെ കുറേ തീ പിടിച്ചു പോയി, കുറേ കള്ളന്മാർ തട്ടിപ്പറിച്ചു കൊണ്ടുപോയി, കുറേ ബന്ധുക്കൾ വന്നു കൊണ്ടുപോയി, കുറേ രാജാവ് നികുതി ഇനത്തിലേക്ക് കൊണ്ടുപോയി. ഇപ്പം യാതൊന്നുമില്ല കയ്യിൽ. എല്ലാം പോയപ്പോൾ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടപ്പോൾ ഈ ബ്രാഹ്മണൻ എന്ത് ചെയ്യണോ? ഒരു സന്യാസിയായി തീരാണ്. മനസ്സിൽ വൈരാഗ്യം, എല്ലാറ്റിനോടും വിരക്തി വരണോ. ഇനി ഭിക്ഷ ഏറ്റുകൊണ്ടാണ് പിന്നീട് ജീവിക്കുക. ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടില്ല. അങ്ങനെ ഭിക്ഷ ഏറ്റുകൊണ്ട് ജീവിക്കുന്നതിൻ്റെ ഇടയിൽ കുറേ അങ്ങോട്ട് ചെന്ന് ഇവിടുന്നോ ഒരു വീട്ടിൽ ചെന്നപ്പോൾ കുറച്ച് ഭക്ഷണം കൊടുത്തു. ആ ഭക്ഷണം കൊണ്ടുപോയിട്ട് ഒരു ദിക്കിൽ മരത്തിൻ്റെ ചുവട്ടിലിരുന്ന് ആ ഭക്ഷണപ്പൊതി തുറന്ന് ഊണ് കഴിക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. അപ്പോഴാണ് കുറെ ദുർബുദ്ധികളെ, കുറെ അധർമ്മികളെ ആ പ്രദേശത്ത് കൂടെ വന്ന് ആ ഊണ് കഴിക്കുന്നതിന് തടസ്സം നിൽക്കുകയാണ്. ആ ചോറിൽ മണ്ണ് വാരിയിടുന്നു, മേലിക്ക് മൂത്രമൊഴിക്കണു. ഇതൊക്കെ കണ്ടിട്ടും അദ്ദേഹം യാതൊന്നും പ്രതികരിച്ചില്ല, മിണ്ടണില്ല. അപ്പം അവർ വിചാരിച്ചു ഇയാളിപ്പോൾ ഇത് പണം സമ്പാദിക്കാൻ പുതിയൊരു അറിവാണ് ഈ മിണ്ടാത്തതും സന്യാസിയായി തീർത്തതെന്ന് പറഞ്ഞിട്ട് അവരൊരുപാട് ഉപദ്രവിക്കാൻ തുടങ്ങി. ഒന്നും അങ്ങോട്ട് ചെയ്യണില്ല. അപ്പോൾ നമ്മൾ പ്രകോപനം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണില്ല. 2 കൈയും കൂടി കൂട്ടിയടിക്കുമ്പോഴല്ലേ ശബ്ദം ഉണ്ടാവുള്ളൂ. ഒരു ഭാഗമായ ഒന്നും ഉണ്ടാവില്ല. സാധാരണ ആളുകൾ ദേഷ്യപ്പെടും ഇങ്ങനെയൊക്കെ ആണെങ്കിൽ. 1-ാം വാക്കിനു ചുണ്ടിയെടുക്കും, 2-ാം വാക്കിനു കേറിയടിക്കും. ഇതൊക്കെയാണ് സാധാരണ ആളുകളുടെ സ്വഭാവം. ആ ബ്രാഹ്മണൻ ഇതൊക്കെ തൻ്റെ മുജ്ജന്മ കർമ്മബലമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ഒന്നും മിണ്ടാതെ ഓടിയിരുന്നു. അവർ കുറേ കഴിഞ്ഞപ്പോൾ അവരൊക്കെ മടുത്ത് അവർ പോവുകയും ചെയ്തു ആ ആളുകളെ. അപ്പം അങ്ങനെ ആ ബ്രാഹ്മണൻ പിന്നെ സ്വയം സമാധാനിക്കാനായിട്ട് ആ ഭിക്ഷു സന്യാസിയായി തീർന്ന അദ്ദേഹം ഒരു പാട്ടുപാടുകയാണ്. ആ പാട്ടിനെയാണ് ഭിക്ഷുഗീത എന്ന് പറയുന്നത്. എന്താണ്? ന്യായം ജനോമേതു സുഖദുഃഖഹേതു
ന ദേവതാത്മാ ഗൃഹകർമ്മകാല മനപ്പരം കാരണമാമനന്തി സംസാരചക്രം പരിവർത്തയേതത്. ഇതാണ് അദ്ദേഹം പാടിയ പാട്ട്. എൻ്റെ സുഖത്തിനും ദുഃഖത്തിനും കാരണം ആരുമല്ല. ഇന്നാൾ നിമിത്തമാണ് ഞാൻ സുഖിക്കുന്നത്, ഇന്നാൾ നിമിത്തമാണ് ഞാൻ ദുഃഖിക്കുന്നത് എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. നമ്മുടെ മനസ്സിൽ സുഖമാണോ, ഗൃഹദോഷം കൊണ്ടാണോ എനിക്ക് ദോഷം വന്നിട്ടുള്ളത്? അല്ല, കാലം, എനിക്കിപ്പോൾ കാലം വളരെ വിപരീതമാണ്, അതുകൊണ്ടാണ് ഈ ദോഷങ്ങൾ എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. അതേപോലെ തന്നെ ദേവകോപമാണോ എന്നൊക്കെ വിചാരിക്കുമ്പോൾ അതൊന്നുമല്ല. മനപ്പരം കാരണമാമനന്തി. മനസ്സങ്ങട് മനയേവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയോഗോ. നമ്മുടെ ബന്ധത്തിനും മോക്ഷത്തിനും കാരണം എന്താണ്? നമ്മുടെ മനസ്സ് തന്നെയാണ്. ഉപനിഷത്ത്, ശ്രുതി അതൊക്കെ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഭഗവാൻ ഗീതയിൽ അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നത് എങ്ങനെയാണ്? ആത്മൈവ ഹ്യാത്മനോ ബന്ധു ആത്മൈവ രിപുരാത്മന. നമ്മുടെ ബന്ധുവും നമ്മുടെ ശത്രുവും ആരാണ്? നമ്മൾ തന്നെയാണ്. വേറെ ആരുമല്ല നമ്മുടെ ശത്രു, വേറെ ആരുമല്ല നമ്മുടെ ബന്ധു. അപ്പം മനസ്സിനെയാണ് നമ്മൾ അടക്കേണ്ടത്, മനസ്സിനെയാണ് നമ്മൾ എല്ലാറ്റിനും കാരണമായിട്ടുള്ളത് മനസ്സാണ്. അതാണ് പറഞ്ഞത്, മാനസം സംസാര കാരണമായതും മാനസത്തിനു ബന്ധം ഭവിക്കുന്നതും. അപ്പൊ ഈ എല്ലാ ബന്ധങ്ങൾക്കും കാരണമായിട്ടുള്ളത് മനസ്സിൻ്റെ വൃത്തികളാണ് എന്നൊക്കെ ഇതാ വീണ്ടും വീണ്ടും പറഞ്ഞു കടങ്ങണം. അപ്പൊ മനസ്സടങ്ങിയാലോ സംസാരവും ഇല്ലാതായിത്തീരും. അപ്പൊ മനസ്സിനെ അടക്കുകയാണ് വേണ്ടത്. ആ മനസ്സിനെ അടക്കാൻ നമ്മളിപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഭഗവാനെ ആശ്രയിക്കുക, ഭഗവാന്റെ തിരുനാമങ്ങളെ ചൊല്ലുക, ഭഗവാന്റെ കഥകൾ കേൾക്കുക, മാഹാത്മ്യങ്ങൾ കീർത്തിക്കുക. അങ്ങനെയൊക്കെയാകുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിലുള്ള ആ രജോ ഗുണങ്ങളും തമോ ഗുണങ്ങളും ഒക്കെ ഇല്ലാതായിട്ട് സത്വഗുണം വളരും. അപ്പോൾ കാണുന്നതൊക്കെ ഈശ്വരമയമായിട്ട് യാതൊന്നു കണ്ടതതു നാരായണ പ്രതിമ, യാതൊന്നു കേട്ടതതു നാരായണ ശ്രുതികൾ, യാതൊന്നു ചെയ്വതതു നാരായണാർച്ചനകൾ, യാതൊന്നതൊക്കവേ നാരായണായ നമഃ എന്നുള്ള അവസ്ഥാവിശേഷത്തിലേക്ക് അങ്ങനെ എത്തിച്ചേരും. അപ്പോൾ നമുക്ക് പരിപൂർണമായിട്ടുള്ള ശാന്തിയും സമാധാനവും സുഖവും ഉണ്ടാവും. ഒന്നിനും തന്നെ ആരോടും പരിഭവിക്കില്ല, ആരോടും ഒരു വിഷമമില്ലാത്ത അവസ്ഥയിലേക്ക് ആ മനസ്സമൃതം കാഞ്ചനം വൈദേഹീകരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീ നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീമർദ്ദനം പശ്ചാൽ രാവണകുംഭകർണവദനം വേദസ്യ രാമായണം രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ.